ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മടങ്ങി വരവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ പാദപീഠത്തിൽ വരുവാൻ, ദൈവത്തെ പാടി സ്തുതിപ്പാൻ സ്വർഗം ഇങ്ങനെ വിലപ്പെട്ട ഒരവസരം നൽകിയതോർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന ഏവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. മുൻപ് നമ്മുടെ പക്കൽ ലഭിച്ചിരുന്ന പ്രചരണ മാധ്യമത്തിൽ കൂടെ നമ്മുടെ ഈ വർഷത്തെ ബൈബിൾ പഠന വിഷയം വെളിപ്പാട് പുസ്തകം എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻപ് പല സാഹചര്യങ്ങളിൽ പല വിശുദ്ധന്മാരിൽ കൂടെ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങളെക്കുറിച്ചും ഗ്രഹിച്ചിട്ടുള്ളവരും അങ്ങനെയുള്ളവരുടെ തലമുറകളിൽ ജനിച്ചിട്ടുള്ളവരുമാണ് ഇവിടെ ഇരിക്കുന്നതിലേറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻകാല വിശുദ്ധന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതും എന്റെ ആത്മാവ് എന്റെ ഹൃദയത്തെ ഉണർത്തിയിട്ടുള്ളതുമായ തിരുവെഴുത്തിന്റെ ചില വേദഭാഗങ്ങളെ ഈ ദിനങ്ങളിൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. നാം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അതിനാൽ അല്പ ദൈവവചനത്തെ കേട്ടു, ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചു, നാം സംതൃപ്തരായി എന്നുള്ളതല്ല. ഭക്തനായ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പാടി, യഹോവേ, നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നുവന്ന ഈ ദിനം സർവശക്തനായ ദൈവം മഹിമയുടെ രാജാവായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നുവന്ന നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ടാകണം. ഭക്തനായ ദാനിയേൽ ഒരിക്കൽ ഒരു ആത്മീക ദർശനം കണ്ടു. സർവശക്തനായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, നന്നേ വയോധ്യനായവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നും അവന്റെ തലയും തലമുടി നാരും നന്നേ വെളുത്തിരിക്കുന്നു എന്നും 1000-10,000 പേർ അവന് ശുശ്രൂഷ ചെയ്തുവെന്നും അവന്റെ മുൻപിൽ നിന്ന് ഒരാഗ്നി നദി ഒഴുകിക്കൊണ്ടിരുന്നെന്നും ദാനിയേൽ പറയുകയാണ്. ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവം മഹിമയുടെ രാജാവായി അവൻ നമ്മുടെ മധ്യയെ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദാനിയേൽ കണ്ട അഗ്നി നദി നമ്മുടെ മധ്യയെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഞാനിവിടെ പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കാര്യം എന്റെ ഹൃദയത്തെ ഉണർത്തി. ഇന്ന് രാത്രിയിൽ ഒരു അഗ്നി നദി നമ്മുടെ മധ്യയെ ഒഴുകണം. എന്തിനെന്ന് ചോദിച്ചാൽ പുകയുന്ന തിരികളൊക്കെ ഈ രാത്രിയിൽ കത്തേണം. അതിലുപരി നമ്മുടെ ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങണം. മാത്രമല്ല, പിശാചിന്റെ സകല ആയുധങ്ങളും അഗ്നി അഭിഷേകത്താൽ ദഹിക്കണം. ഏറിയ നാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിൽ പകർന്ന ആത്മാവിനാൽ അവരുടെ അധരങ്ങളിൽ തീജ്വാലയ്ക്കൊത്ത അല്ലെങ്കിൽ അഗ്നി നാവ് അവർ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ഒരു അഗ്നി അഭിഷേകത്താൽ സാത്താനെതിരെ സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അധികാരം തരണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയോട് നമുക്ക് അടുത്തു ചെല്ലാം. നമുക്ക് നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാം. പലരും രോഗത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. ഇനിയും ചിലർ ഏറ്റവും ഭയപ്പെട്ടവരായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. ദാനിയേൽ കണ്ട ആ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന അഗ്നി നദി എല്ലാവരും ആത്മാവിലൊന്ന് ദർശിച്ചാട്ട് 1000-10,000 പേർ അവന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ മുൻപിൽ നിന്ന് ഒരഗ്നി നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ അഗ്നി നദി ഇന്ന് രാത്രി നമ്മുടെ പന്തലിന്റെ നടുവിൽ ഒഴുകിയെത്തുന്നെങ്കിൽ ഓർത്തുകൊള്ളണമേ, നിന്റെ ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി കത്തും. കഴിഞ്ഞ നാളുകളിൽ കെട്ടുപോയിരുന്ന നിന്റെ ജീവിതത്തിലെ പുകയുന്ന തിരികൾ കത്തും.
ഏറിയ നാളായി സാത്താൻ നിന്നോട് യുദ്ധം ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മീയാഭിഷേകത്താൽ സാത്താന്റെ ആയുധങ്ങൾ വെന്തുപോകും. ഏറിയ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഏലിയാവിന്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. അതിലുപരി നീ ഏറ്റവും ഭീരുവായി സാത്താന്റെ ആയുധം കണ്ട് ഭയപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മീയാഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതുപോലെ ഒരാത്മീജ്വാലയ്ക്കൊത്ത നാവ് നിനക്ക് ലഭിക്കും. എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് കർത്താവിന്റെ ആ സിംഹാസനത്തെ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാട്ട് ഞാനിതാ ആ സിംഹാസനത്തെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഒരു നദി ഒഴുകി നമ്മുടെ മധ്യേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി പുകയുന്ന തിരികളെല്ലാം ആളിക്കത്തട്ടെ. ഇന്ന് രാത്രി നിന്റെ യാഗപീഠത്തിങ്കൽ സ്വർഗത്തിലെ തീ ഇറങ്ങട്ടെ. ഇന്ന് രാത്രി സാത്താന്റെ ആയുധങ്ങൾ വെന്ത് അഴിയട്ടെ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരട്ടെ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് കർത്താവേ, നിന്റെ സിംഹാസനത്തിലിരുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ രാത്രി ഞങ്ങളുടെ വിടുതലിന്റെ രാത്രിയായിരിക്കണമേ. ഈ രാത്രി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഞാൻ ഏറ്റവും പുകയുന്ന തിരിയാണ്, നീ അത് കെടുത്തി കളകയില്ല എന്ന് ഞാൻ അറിയുന്ന കർത്താവേ, നിന്റെ വരവിന് മുൻപ് ഒരിക്കൽ കൂടെ ഞാൻ ആളി കത്തുന്ന തിരിയായി തീരട്ടെ. ഞാൻ ഏറിയ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, എന്റെ യാഗപീഠത്തെ ഞാൻ ക്രമീകരിക്കുന്നു, എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഏലിയാവിന് മറുപടി നൽകിയ ദൈവം ഈ രാത്രി ഞങ്ങൾക്ക് മറുപടി തരണമേ. കർത്താവേ, ഞങ്ങളെ പൊടിയോളം താഴ്ത്തുന്നു. ഞങ്ങളുടെ സകല പ്രവൃത്തികളാലും തിരുനാമം മഹത്വപ്പെടട്ടെ. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വിശ്വാസത്തോടെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃപാലുവായ ദൈവം നമുക്കിങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിൽ പല വിശുദ്ധന്മാരിൽ കൂടെ വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടുള്ളവരാണ്. കടന്നു വന്നവരിൽ ഏറിയ ഭാഗവും ദൈവവചനത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പാപത്താൽ കളങ്കമേറ്റതും പരിമിതിയുള്ളതുമായ മനുഷ്യന്റെ മനസ്സുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ പൂർണ്ണതയോ ദൈവപദ്ധതിയുടെ പൂർണ്ണതയോ ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ഗ്രഹിപ്പാൻ സാധ്യമല്ല. എങ്കിലും പാപം ചെയ്ത് ദൈവപ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി ശപിക്കപ്പെട്ട ഭൂമിയിൽ ഉഴന്ന് അലയുന്ന മനുഷ്യന് ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോയി ദൈവവിശ്രാമം പ്രാപിക്കുവാനുള്ള ഒരു മാർഗരേഖയാണ് വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയിരിക്കുന്ന ദൈവവചനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, നമ്മുടെ പഠന ഭാഗത്തേക്ക് വരുമ്പോൾ, ഈ ദിനങ്ങളിലെ ഈ വേദപഠനത്തെ നമുക്ക് 3 ഭാഗമായി തിരിച്ചു പഠിക്കണം. ഒന്നാമതായി, ഈ നവീന യുഗത്തില് വിശുദ്ധ ബൈബിളിനുള്ള പ്രാധാന്യം എത്ര ഉന്നതം എന്നുള്ളത് ചിന്തിക്കണം. 2, വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതുവാനുണ്ടായ പശ്ചാത്തലം എന്തെന്നും അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ എന്തെന്നും എന്നുള്ളതിനെ കുറിച്ചും ചിന്തിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. അല്പസമയത്തെ തിരുവെഴുത്തിന്റെ ധ്യാനത്തിനായി തിരുവെഴുത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ മാനവരാശിയോട് പറയുകയാണ്, ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിക്കുന്നവനും അത് വായിച്ച് കേൾപ്പിക്കുന്നവനും അത് അനുസരിക്കുന്നവനും ഭാഗ്യവാനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഭവ ബഹുലമായ ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുടെ രാജവീതിയിൽ കൂടെ
ലോകം അതിവേഗം മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും മറുഭാഗത്ത് പുതിയ തലമുറ അല്ലെങ്കിൽ ഈ നവീന തലമുറ പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും അധാർമികതയുടെയും അഴുക്ക് ചാലിൽപ്പെട്ട് കുത്തി ഒഴുകി നിത്യ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള നഗ്ന സത്യം ഓരോ ദിവസവും നമ്മുടെ പക്കൽ ലഭിക്കുന്ന വാർത്താ മാധ്യമത്തിൽ കൂടെ നമുക്കറിയാൻ കഴിയും. ഈ കാലഘട്ടങ്ങളില് വിശുദ്ധ തിരുവെഴുത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. പൊതുവെ നമ്മൾ ബൈബിൾ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇന്ന് ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കൊക്കെ മനോഹരമായ മതഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ അടിസ്ഥാന ഉപദേശങ്ങളും അതിൻ്റെതായ അടിസ്ഥാന പ്രമാണങ്ങളും അതിലുപരിയായി അതിൽ ഉൾക്കൊള്ളുന്ന ചില വിശ്വാസങ്ങളും പ്രത്യാശകളുമുണ്ട്. ലോകത്തിൽ നിന്ന് നാം നോക്കിയാൽ വിശുദ്ധ ബൈബിൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ പൊതുവെ മനുഷ്യൻ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിൾ എന്നുള്ളത് ക്രൈസ്തവരുടെ ഒരു മതഗ്രന്ഥം എന്നുള്ളതാണ്. എന്നാൽ ശ്രോതാക്കളെ, ഇതൊരിക്കലും ഒരു മതഗ്രന്ഥമല്ല. പാപം ചെയ്ത് ദൈവത്തെ വിട്ട് അകന്നുപോയ മനുഷ്യന് ദൈവത്തിങ്കൽ മടങ്ങിച്ചെല്ലുവാൻ ദൈവം മനുഷ്യവർഗത്തിന് വരച്ചുകൊടുത്ത വഴിതെറ്റാതെ നിത്യതയിലെത്തുവാനുള്ള അവന്റെ ഒരു ട്രാവലിംഗ് ഗൈഡാണ് വിശുദ്ധ ബൈബിൾ. അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ആര്യനെന്നോ ദ്രാവിഡനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്ന് വ്യത്യാസം കൂടാതെ ആ മനുഷ്യാത്മാവിന് ദൈവത്തിങ്കൽ പോയി ചേരുവാനുള്ള എല്ലാ രൂപരേഖകളും ആഴമേറിയ സത്യങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട്. വിശുദ്ധ ബൈബിളിന്റെ പശ്ചാത്തലം നാം പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ദീർഘമായ 1600 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ടാണ് ഈ മനോഹരമായ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. BC 1500 സീനായി മലയുടെ അടിവാരത്തിൽ എഴുതി ആരംഭിച്ചത് AD 100 പത്മോസ് എന്ന ദ്വീപിലെ അന്ത്യ ദർശനത്തോടുകൂടിയാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത്. ഇതിലെ എഴുത്തുകാരെ കുറിച്ച് പഠിച്ചാൽ ദീർഘമായ 1600 വർഷത്തിനുള്ളിൽ ജീവിച്ച 40ഓളം എഴുത്തുകാരാണ് ഈ വേദപുസ്തക ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. 66 പുസ്തകങ്ങളായി ക്രമീകരിച്ചതും 1189 അധ്യായമായി വേദപണ്ഡിതന്മാർ വേർതിരിച്ചിരിക്കുന്നതുമായ ഈ വിശുദ്ധ ബൈബിള് മാനവരാശിക്ക് എല്ലാ കാലത്തും ഏതൊരു തുറയിലും അനുഗ്രഹം തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിലെ എഴുത്തുകാരെ കുറിച്ച് പഠിച്ചാൽ പ്രശസ്തരായ രാജാക്കന്മാർ ഇതിൽ എഴുത്തുകാരായിട്ടുണ്ട്. ആട്ടിടയന്മാർ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്. കടലോരവാസികളായ മുഖ്യന്മാർ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്. യെരൂശലേമിന്റെ മലഞ്ചരിവുകളിൽ പാർത്തിരുന്ന വൈദ്യന്മാർ ഇതിൽ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്. രാജാക്കന്മാരുടെ അരമനയും റോമന്റെ കാരാഗ്രഹവും ആട്ടിടയന്റെ കൂടാരവും ഒക്കെയും ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലങ്ങളാണ്. തമ്മിൽ കണ്ടിട്ടില്ലാത്തവരും തമ്മിൽ അറിഞ്ഞിട്ടില്ലാത്തവരും പല സാഹചര്യങ്ങളിൽ പല നിലയിലുള്ളവർ എഴുതിയതെങ്കിലും കാലാന്തരത്തിൽ ഇവ കോർത്തിണക്കിയപ്പോൾ ഒരു ചങ്ങലയുടെ കണ്ണികൾ വന്ന് ചേരും പോലെ ഒന്നോടൊന്ന് ചേർന്നൊരു മകൾ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന്റെ 4/3 ഭാഗങ്ങളും പ്രവചന ഭാഗങ്ങളാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ എല്ലാ സത്യങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചാൽ ഒന്നാമത് ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവം ആരെന്നും അവന്റെ മഹിമ എത്ര ഉന്നതമെന്നും അവന്റെ പ്രാപ്തി എത്ര അഗോചരമെന്നും സൃഷ്ടിയായ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന ഒരു മകൾ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ് ശ്രോതാക്കളെ. രണ്ടാമതായി നാം നോക്കിയാൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം പറയുന്നത് ബൈബിളാണ്. മനുഷ്യന്റെ ശാസ്ത്രം വളരെ പുരോഗമിച്ചു. അവനിങ്ങനെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പറക്കുകയാണ്. ഒരു കഴുകൻ തന്റെ ഇരയെ കണ്ടിട്ട് താൻ ഇരിക്കുന്ന കൊമ്പ് വിട്ട് ഉയരത്തിൽ പറക്കും പോലെ മനുഷ്യന്റെ അറിവിന്റെ പടികൾ ചവിട്ടിക്കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. മനോഹരമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ആരാണ്? ഈ ചോദ്യത്തിന് ഇന്നും ശാസ്ത്രം അന്ധകാരത്തിന്റെ ഇടനാഴികയിൽ തപ്പിത്തഴിഞ്ഞ് കുടയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, സർവശക്തനായ ദൈവം തമ്പുരാനാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിലെ മൂന്നാമത്തെ വിഷയം മനുഷ്യന്റെ സൃഷ്ടിയുടെ രഹസ്യം.
ശാസ്ത്രം എത്രയോ പുരോഗമിച്ചു, അനവധി സിദ്ധാന്തങ്ങൾ എഴുന്നേറ്റ് വന്നു. ചാൾസ് ഡാർവിൻ പറഞ്ഞു, പ്രകൃതിയുടെ പ്രതിഭാസമായ പരിണാമത്തിൽ കൂടെ വിധേയപ്പെട്ട ഏകകോശ ജീവിയുടെ പരിണാമത്തിന്റെ അനന്തരമാണ് മനുഷ്യനെന്നാണ് ലോകം പറഞ്ഞത്. എന്നാൽ ബൈബിൾ പറഞ്ഞു അങ്ങനെയല്ല. യഹോവയായ ദൈവം തമ്പുരാൻ ഭൂമിയിലെ പൊടിയെടുത്ത് തന്റെ സ്വരൂപവും തന്റെ സാദൃശ്യവും നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ആര്? പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു? മനുഷ്യന്റെ സൃഷ്ടിയുടെ പിന്നിൽ എന്ത്? ഈ ചോദ്യമൊക്കെ ബൈബിളിൽ വ്യക്തമായി മറുപടി പറയുന്നു. ഏതൊരു കാലഘട്ടത്തിൽ ജീവിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഉദിച്ചുയർന്ന ഏതൊരു ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. മനുഷ്യനെ അലട്ടുന്ന വലിയൊരു വിഷയമാണ് മരണം. മരണം എന്തുകൊണ്ടെന്ന് ഇതുവരെയും മനുഷ്യൻ അറിഞ്ഞുകൂടാ. പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഓരോ ദിവസവും ഏതാണ്ട് 5,64,000 പേർ വീതം മരിച്ച് ആ മരണത്തിരശ്ശിയിലേക്ക് അപ്പുറം പോകുന്നു. മരണത്തിന്റെ രഹസ്യം അറിഞ്ഞുകൂടാ. മരണത്തെ വിട്ട് ഓടി ഒളിക്കുവാൻ മനുഷ്യൻ ഇന്ന് ഇടം തേടുമ്പോൾ ബൈബിൾ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളമാണ് മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇനി അടുത്തതായി മറ്റൊരു ചോദ്യമുണ്ട്, മനുഷ്യൻ മരിച്ചാൽ എവിടെ? ആ ചോദ്യത്തിന് ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചു. മനുഷ്യ മനസ്സിൽ ഇതുവരെ ഉദിച്ചുയർന്നതും മനുഷ്യന്റെ പ്രാപ്തിക്ക് മറുപടി പറയുവാൻ കഴിയാത്തതുമായ ഏതൊരു ചോദ്യങ്ങൾക്കും ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യവർഗത്തിന് വ്യക്തമായി മറുപടി പറയുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഈ വിശുദ്ധ ബൈബിളാണ്. ആകാശം ചുരുട്ടി ഒരു മൂലയ്ക്ക് വെക്കട്ടെ, ഈ ഭൂമി 100 കഷമായി പൊട്ടിത്തെറിക്കട്ടെ, എങ്കിലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ അത്രമാത്രം ശക്തിയുള്ളതാണ്. മനുഷ്യന്റെ എല്ലാ തുറകളിലും ബൈബിളിന് സ്വാധീനതയുണ്ട്. ഇന്ന് മനുഷ്യനായിരിക്കുന്ന പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും രഹസ്യം ബൈബിളിന്റെ പിന്നിലാണ്. പൊതുവെ നാം നോക്കിയാൽ ലോകത്തിൽ ഇതുവരെയും തല ഉയർത്തി വന്ന പ്രശസ്തരായ ശാസ്ത്രജ്ഞരെല്ലാം യഹൂദന്മാരാണ്. കാരണം അവർ ബൈബിളിന്റെ ആഴങ്ങൾ തപ്പും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാസ്ത്രീയ പുരോഗതിയെ തന്നെ നോക്കിയാൽ എല്ലാ തുറകളിലും മനുഷ്യന് സ്വാധീനതയുണ്ട്. ലോകത്തിൽ സമ്പൽ സമൃദ്ധിയിലേക്ക് ലോകത്തിന് ചാൽ വെട്ടിത്തെളിച്ചത് പേർഷ്യൻ നാടുകളിലെ എണ്ണകളാണ്. ബ്രിട്ടീഷുകാർ ലോകത്തെ ആക്രമിച്ച് അവരുടെ കോളനി സ്ഥാപിക്കും കാലത്താണ് പേർഷ്യൻ നാട്ടിലെ എണ്ണകൾ കണ്ടെത്തിയത്. പേർഷ്യയിൽ മാത്രമല്ല, അത് യൂറോപ്പിലും ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങൾക്കും സമൃദ്ധി നൽകിയത് പേർഷ്യയുടെ എണ്ണയുടെ രഹസ്യമാണ്. ഇത് കണ്ടെത്തി പേർഷ്യൻ നാടുകൾ സമ്പൽ സമൃദ്ധിയിലെത്തി, സത്യം തന്നെ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നേക്കേറിയ വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറഞ്ഞിരുന്നു പേർഷ്യൻ നാടുകളിൽ എണ്ണയുണ്ടെന്ന്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിന്റെ പിന്നിൽ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ചില രാജാക്കന്മാർ തോറ്റോടി, അവർ എണ്ണക്കിണറുകളിൽ വീണുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രിട്ടീഷുകാർ ഈ വചനത്തിന്റെ പിന്നിലാണ് അവിടെ എണ്ണക്കിണർ തപ്പാൻ പോയത്. പേർഷ്യൻ നാട്ടിലെ എണ്ണക്കിണർ കണ്ടുപിടിച്ച് അതിലെ ഓയിൽ സമൃദ്ധിയിലേക്ക് നമ്മെ നടത്തിയെങ്കിൽ അതിന്റെ രഹസ്യം ബൈബിളാണ് ചൂണ്ടിക്കാണിച്ചത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ ആ രാജാക്കന്മാർ എണ്ണക്കിണറുകളിൽ അല്ലെങ്കിൽ കീഴ്ക്കുഴിയിൽ എന്നാണ് മലയാള ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരു വലിയ കണ്ടുപിടുത്തമാണ് ഡാമിന്റെ കണ്ടുപിടുത്തം. വലിയ നീരൊഴുക്കുകളെ കെട്ടി നിർത്തി അതിനെക്കൊണ്ട് വലിയ നന്മകൾ ലോകത്തിലുണ്ടായി. നമ്മുടെ കാർഷിക മേഖലകളിൽ, നമ്മുടെ വ്യവസായ മേഖലകളിലൊക്കെ വലിയ ഡാമുകളുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് പേടിച്ചാണ് ഓരോ രാത്രിയിലും നമ്മൾ ഉറങ്ങുന്നത്. ഡാമിന്റെ കണ്ടുപിടുത്തം അത്ഭുതമാണ്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മനസാക്ഷിയുടെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ യോബ് തന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ നീരൊഴുക്കിനെ കെട്ടി നിർത്തി ഗൂഢമായത് വെളിച്ചമാക്കി കൊണ്ടുവരും.
ഡാം ഉണ്ടാക്കി അതിന്റെ പിന്നിൽ നിന്ന് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുമെന്ന് ബൈബിളാണ് പറഞ്ഞത്. ബൈബിൾ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണെങ്കിലും പറഞ്ഞത് ബൈബിളാണ്. ഇയ്യോബിന്റെ പുസ്തകം 28 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ വരുമ്പോൾ എല്ലാം വായിച്ചു പോകാൻ നമുക്ക് സമയം പോരാ. വേദപുസ്തകത്തിന് മനുഷ്യവർഗത്തിന്റെ മേലുള്ള സ്വാധീനതയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി ആ വേദവചനം ഒന്ന് വായിച്ചാട്ട് അവിടെ പറയുന്നു, നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി ഗുപ്തമായത് വെളിച്ചമാക്കി ലോകത്തിൽ കൊണ്ടുവരും. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് ചുരുങ്ങിയ വർഷമേ ആയുള്ളൂ പ്രിയമുള്ളവര്. ഇന്നേക്ക് 5000-ഓളം വർഷങ്ങൾക്കപ്പുറം ബൈബിളാണ് പറഞ്ഞത്. ഡാം കെട്ടി നിർത്തി അതിലെ വെള്ളം ഉപയോഗിച്ച് ആ ഇരുളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിന്ന് ഗുപ്തമായ വെളിച്ചമാക്കി പുറത്തു കൊണ്ടുവരും. ബൈബിളല്ലേ ഈ ചാല് വെട്ടിത്തെറിച്ചത്? ബൈബിളല്ലേ ഈ കാര്യം പറഞ്ഞത്? വീണ്ടും അടുത്തതായി നമുക്ക് നോക്കാം. ഈ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു പദ്ധതി. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് നമ്മുടെ ഹസ്തരേഖയാണ്. ആധാരം എഴുതാൻ പോയാൽ, വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോയാൽ, എവിടെ പോയാലും ഇതാണ്. അടുത്ത കാലത്ത് ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പുതിയ കമ്പ്യൂട്ടർ ഇറങ്ങിയിരിക്കുകയാണ്, അതിന് നമ്മുടെ കൈകളുടെ രേഖ കൊടുത്താലേ അതങ്ങോട്ട് ഓപ്പൺ ആകൂ. അതൊരു റിക്കാർഡിക്കലാണ്. പണ്ട് സീലായിരുന്നു, പിന്നെ സൈനായി. എന്നാൽ ഇപ്പോൾ നമ്മുടെ കൈയുടെ രേഖയാണ് വേണ്ടിയത്. ലോകമെമ്പാടും അംഗീകരിക്കും. യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും ആഫ്രിക്ക ആയാലും നമ്മുടെ പഞ്ചായത്തായാലും വില്ലേജ് ആയാലും നമ്മുടെ കൈരേഖ അംഗീകരിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, 700 കോടി ജനങ്ങളെ തിരിച്ചറിയുവാൻ ശാസ്ത്രം അവന്റെ കൈരേഖ തേടി നടക്കുമ്പോൾ ഇയ്യോബ് പറഞ്ഞു, യഹോവേ, നീ മനുഷ്യനെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കൈകളിൽ രേഖകൾ വരച്ചിരിക്കുന്നു. കണ്ടുപിടുത്തം എവിടെയാണ് നിൽക്കുന്നത്? വേദപുസ്തകത്തിന്റെ പിന്നിലാണ് പ്രിയമുള്ളവരെ. മനുഷ്യന്റെ അറിവോ പ്രാപ്തിയോ അല്ല, ഉടയവനായ തമ്പുരാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ വരുമ്പോൾ, നീ മനുഷ്യരെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കയ്യിൽ രേഖ വരച്ചിരിക്കുന്നു. ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണമേ, നമ്മുടെ കൈരേഖയാണ് നിത്യതയിലെയും റെക്കോർഡ്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ റെക്കോർഡ് ഇത് തന്നെ. കൈരേഖ വരച്ചിരിക്കുക. കയ്യിലെല്ലാം രേഖയുണ്ട്. നമ്മൾ കണ്ടാൽ ഏതാണ്ട് ഒരു 1 ഇഞ്ച് സ്ക്വയർ ആണ് നമ്മുടെ കൈ. കണ്ടാലെല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇന്ന് ലോകത്തിലുള്ള 700-ൽ പരം കോടി ജനങ്ങളുടെ കൈയുടെ രേഖകളെല്ലാം വ്യത്യസ്ത വരെയാണ്. ഇത് ബൈബിൾ പറഞ്ഞിട്ടാണ് ശാസ്ത്രം അത് അംഗീകരിച്ചത്. അവിടെയും തീരുന്നില്ല. ഇനി നമുക്ക് താഴോട്ട് വരാം. ഭൂമിയുടെ കണ്ടുപിടുത്തം, ഭൂമിയുടെ ഉൾവശം കത്തുന്നെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അതങ്ങനെ കത്തി 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 ജ്വലിച്ചു കഴിയുമ്പോൾ ബലഹീനപ്പെട്ട ഭാഗത്തൂടെ പൊട്ടി പുറത്തു വരും. അതിനെ ശാസ്ത്രം ലാവ അല്ലെ അഗ്നിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇയ്യോബ് പറയുന്നു, മനുഷ്യൻ ഭൂമിയുടെ മുകളിൽ അവൻ കൃഷിവേലകളെ ചെയ്യുന്നു, അതിന്റെ ഉള്ളോ തീ കൊണ്ടെന്ന പോലെ വെന്തുരുകുന്നു. അങ്ങനല്ലേ വാക്യം ഇയ്യോബിന്റെ പുസ്തകം 28 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ വരുമ്പോൾ ഭൂമിയുടെ ഉൾവശം വേകുന്നു എന്ന് ബൈബിളാണ് പറഞ്ഞത്. അതിന്റെ പിന്നിലാണ് ശാസ്ത്രം ഇതൊക്കെ തപ്പാൻ പോകുന്നത്. ഇന്നും അവരുടെ അന്വേഷണങ്ങളൊക്കെ യൂറോപ്പിന്റെയും അതുപോലെ യഹൂദന്റെയും കണ്ടുപിടുത്തങ്ങളുടെ രഹസ്യങ്ങൾ ബൈബിളിന് എല്ലാ കാലത്തും സ്വാധീനതയുണ്ട്. വീണ്ടും നാം തിരുവെഴുത്തിൽ വന്നാൽ, ഭൂമി വൃത്താകാരമാണ്. ഈ വൃത്താകാരമായ ഭൂമിയെ വൃത്താകാരമാണെന്ന് പണ്ട് ഗലീലിയോ പറഞ്ഞു. പക്ഷെ അങ്ങേർക്ക് തെളിയിക്കാൻ ഒത്തില്ല. അങ്ങേരോട് ഭൂമി പരന്നതാണെന്ന് അന്നത്തെ രാജാവ് പറഞ്ഞു. മനസ്സില്ല, മനസ്സോടെ താൻ യാത്ര ചെയ്തു. എന്നാൽ നാവികനായിരുന്ന കൊളംബസ് തന്റെ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ താനാണ് ലോകത്തോട് പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്ന്. ഇന്നേക്ക് ഏതാണ്ട് 560-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് യാത്ര തിരിച്ച കൊളംബസ് ആണ് പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്ന്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ എഴുതി, നീ ഭൂമിക്ക് വൃത്താകാരം വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ് പ്രിയമുള്ളവരെ. തിരുവെഴുത്തിനെ ആർക്കും ചവിട്ടി തൂക്കാൻ സാധ്യമല്ല. ബൈബിളാണ് പറഞ്ഞത് ഭൂമി വൃത്താകാരമാണെന്ന്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ എഴുതി ആച്ചമിക്ക് കണ്ടുപിടിക്കുമെന്ന്. അത്ഭുതമല്ലേ? ആച്ചമിക്ക് കണ്ടുപിടിക്കും. പള്ളിക്കൂടത്തിന്റെ എണ്ണ കാണാതെ കടലോരങ്ങളിൽ കക്കായും മത്സ്യവും പെറുക്കി നടന്ന സാധുവായ പത്രോസ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അന്ത്യനാളുകളെ കണ്ടിട്ട് പറഞ്ഞു, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാധുവായ മനുഷ്യൻ എഴുതിയ റെക്കോർഡുകൾ ബൈബിളിലുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തുവന്ന് അന്ന് തീപ്പെട്ടി പോലും കണ്ടുപിടിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാലഘട്ടത്തില് സാധുവായ മനുഷ്യൻ പറയുന്നു, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയെരിയുമെന്ന്. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന യഹൂദൻ ആറ്റമിക്കിന്റെ വിഭജനത്തെ കണ്ടുപിടിച്ച് 1945 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും സഖ്യകക്ഷികൾ ബോംബിടുമ്പോൾ ഭൂമിയുടെ മൂലപദാർത്ഥം കത്തുന്നത് കണ്ടു. ബൈബിളിന്റെ വചനം നിവർത്തിയായി. നമ്മുടെ ദൈവം എത്രയോ ശക്തൻ. ഈ തിരുവെഴുത്തുകളെ വായിക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അത് മാർവോട് ചേർത്ത് കൊണ്ടു നടക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിൽ കടന്നു വന്നാൽ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങളിൽ ബൈബിളിന്റെ സ്വാധീനത നമുക്ക് കാണാം. തിരുവെഴുത്തിൽ വരുമ്പോൾ ചാവുകടലിന്റെ സമ്പത്തിനെ കുറിച്ചൊരു പ്രവചനമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലേ, നീ മടങ്ങി നിന്റെ ദേശത്ത് വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. സോദോമിൽ തീയിറങ്ങി മനോഹരമായ കടൽ ഉരുകി ഒരു ചാവുകടലായി തീർന്നു. ആ ചാവടലിന് മേളിൽ ഒരു പക്ഷിയെ പറപ്പിച്ചു വിട്ടാൽ അക്കരെ എത്തും മുമ്പ് അത് മയങ്ങി വീഴും. ഒരു മത്സ്യത്തിനും ജീവിപ്പാൻ കഴിയാത്തവണ്ണം ഭയങ്കര കാഠിന്യമുള്ള വെള്ളമാണ്. ബ്രിട്ടീഷുകാർ ശാസ്ത്രലോകത്തിന്റെ അടിസ്ഥാനം ഭാഗ്യവരാണ്. അവരത് അരിച്ചു പെറുക്കിയിട്ട് അതിനകത്ത് വെറും പന്നെ ഉപ്പല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞു പോയെങ്കിൽ ബൈബിൾ പറഞ്ഞു, സമുദ്രത്തിന്റെ സമ്പത്ത് അതിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേൽ സ്വദേശത്തേക്ക് വന്നപ്പോൾ ഇന്ന് അതെടുത്ത സമ്പത്ത് നോക്കിയാൽ ഏറ്റവും വിലയേറിയ യുറേനിയം, തോറിയം, പ്രൊട്ടക്സിനിയം, മാഗ്നീഷ്യം എന്നിവയുടെ വലിയ ഭണ്ഡാരമാണ് ചാവുകടലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ബൈബിളാണ് പറഞ്ഞത് സമുദ്രത്തിന്റെ ഉള്ളിൽ സമ്പത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലെല്ലാത്തിനുപരിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കും. പണ്ടേ കാലത്ത് അതൊന്നുമില്ല. നമ്മൾ മാർക്കറ്റിലോട്ട് പോയാൽ മതി, എന്ത് വേണോ, ഹാർട്ട് വേണോ, ലിവർ വേണോ, കിഡ്നി വേണോ, നട്ടല് വേണോ, വാരിയൽ വേണോ, ഇനി ഏതെല്ലാം നമുക്ക് വേണ്ടിയത് അതൊക്കെ നമുക്ക് മാറി വെച്ച് തരും. എന്തൊരത്ഭുതമാണ് ദൈവം തമ്പുരാന്. മനുഷ്യന്റെ എല്ല് മാറുന്നു, മനുഷ്യന്റെ കണ്ണ് മാറുന്നു, മനുഷ്യന്റെ കാല് മാറുന്നു, മൊത്തം മാറുന്ന ഒരു കാലഘട്ടം. എന്നാൽ ബൈബിളാണ് പറഞ്ഞത്, അന്നാളിൽ തെരുക്കളിൽ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ മനുഷ്യ അവയവങ്ങൾ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ തുറകളിലും ബൈബിളിന് സ്വാധീനതയുണ്ട്. നമ്മുടെ ചിന്താവിഷയം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് 3 ഭാഗമായി തിരിച്ചു പഠിക്കാം. നമ്മുടെ സ്റ്റേജിന്റെ പിന്നിൽ മനോഹരമായൊരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വേദപഠനത്തിന്റെ 2-ാം ഭാഗമാകിയാൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാത്രിയിൽ നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം. ഇനി നാം തിരുവെഴുത്തിന്റെ ഭാഗങ്ങളെ 3 ഭാഗമായിട്ടാണല്ലോ തിരിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, നവീന യുഗത്തില് മനുഷ്യവർഗത്തിന്റെ മേലുള്ള ബൈബിളിന്റെ സ്വാധീനത എത്ര ഉന്നതം. ഇത് മനുഷ്യന്റെ എല്ലാ ശാസ്ത്രീയ പുരോഗതിയുടെയും പിന്നിൽ ബൈബിളിന്റെ കരമുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരിക്കലും നീക്കിക്കളയാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ശാസ്ത്രീയ രംഗങ്ങളിൽ, അവന്റെ സാംസ്കാരിക രംഗങ്ങളിൽ, അവന്റെ പുരോഗതിയുടെ രംഗങ്ങളിൽ, എല്ലായിടങ്ങളിലും ബൈബിളിന് സ്വാധീനതയുണ്ട്. ഒരു കാലത്തും വെളിച്ചമേൽക്കാതെ ദുർമന്ത്രവാദികളുടെ കൂടായി പാപത്തിന്റെ അന്ധകാരം പിടിച്ച ആഫ്രിക്കയിൽ വെളിച്ചം പകർന്നത് മനുഷ്യന്റെ ശാസ്ത്രമല്ല, മനുഷ്യന്റെ അറിവല്ല, അവൻ കണ്ടുപിടിച്ച ആറ്റമിക്കല്ല. ശത്രുവായവനെ മിത്രമാക്കി തീർക്കുകയും നരഭോജിയെ നരസിഹിയാക്കി തീർക്കുകയും ചെയ്ത വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ചു, പണ്ട് ആഫ്രിക്കയിൽ ഒരു ഇംഗ്ലീഷുകാരൻ തന്റെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒരു കറുത്തവർഗക്കാരൻ ഒരു വൃക്ഷ ചോട്ടിലിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. വെള്ളക്കാരൻ ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവനിങ്ങനെ തലയ്ക്കൊരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടാ സ്നേഹിത, എണീറ്റ് പോകടാ, ഇതൊക്കെ പഴഞ്ചനല്ലേ, ഈ പുരോഗമിച്ച കാലഘട്ടത്തില് നീ എന്തിനാണ് ഇതും വായിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം മുകളിലോട്ട് നോക്കി, മുഖത്തേക്ക് നോക്കിയിട്ട്, ഈ നീഗ്രോ, ഈ വെള്ളക്കാരൻ
വെള്ളക്കാരനോട് പറയാ, സാറേ ഈ ബൈബിൾ എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ സാറിന്റെ ചങ്കും കരലും കൂടെ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഞങ്ങൾ പൂർവികരായി നരഭോജിയാണ്. വെള്ളക്കാരനായ സായിപ്പേ, നീ മാനം മര്യാദയ്ക്ക് ആഫ്രിക്കയിൽ നടക്കുന്നതിന്റെ രഹസ്യം ഈ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യനെ വിവരമുള്ളവനായി, മനുഷ്യനെ പ്രാപ്തനായി, മനുഷ്യനെ പുരോഗതിയിൽ എത്തിച്ച് അവന് സാമർഥ്യം നൽകിയത് വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു പോകാം. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ചിന്താ വിഷയമായ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് 3 ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കണം. വളരെ ആഴമേറിയ അഗാധമേറിയ വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഇതൊരു1000 വർഷം ഒരു പ്രാസംഗികൻ വാതോരാതെ നിന്ന് പ്രസംഗിച്ചാലും ഇതിലൊരംശം പോലും എത്തിച്ചേരത്തില്ല. അത്ര ആഴമേറിയ വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വേദപുസ്തകം നമ്മൾ പഠിച്ചാല് ഈ 66 പുസ്തകത്തില് ഏതാണ്ട് പഴയ നിയമത്തിൽ 16 പുസ്തകങ്ങൾ പ്രവാചകന്റെ പുസ്തകമാണ്. യെശയ്യാവ് തുടങ്ങി മലാഖി വരെയുള്ള 17 പുസ്തകങ്ങൾക്കിടയിലെ വിലാപങ്ങളുടെ പുസ്തകം ഒഴികെ ശേഷിപ്പുള്ളതെല്ലാം പ്രവാചകന്മാരുടെ പുസ്തകമാണ്. അവർക്കെല്ലാം പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ പ്രവചനം എന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഒരേ ഒരു പ്രവചന പുസ്തകമേ ഉള്ളൂ, അതാണ് വെളിപ്പാട് പുസ്തകം. പക്ഷേ ഈ പ്രവചന പുസ്തകത്തിന് പ്രവചന പുസ്തകം എന്നൊരു വാക്ക് കൊടുക്കാതെ വെളിപ്പാട് പുസ്തകം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ നീക്കി വെളിച്ചത്തിൽ കൊണ്ടുവന്നു എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കിൽ നിന്നായിരുന്നു ഈ വാക്ക് ക്രൈസ്തവ സമൂഹം സ്വന്തമാക്കിയെടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നാം പഠിച്ചാല് 22 അധ്യായങ്ങളും 404 വാക്യങ്ങളുമുള്ള ഒരു മനോഹര പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലുപരിയായി ഈ പുസ്തകത്തോട് സമാന്തരമായ മറ്റൊരു പുസ്തകം ബൈബിളിലുണ്ട്. അത് പഴയ നിയമ പുസ്തകത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ നാം നോക്കിയാൽ 500 വർഷത്തെ കാലയളവ് അല്ലെങ്കിൽ അത് തമ്മിൽ അകലമുണ്ട്. തമ്മിൽ കണ്ടിട്ടില്ലാത്തതും തമ്മിൽ അറിഞ്ഞിട്ടില്ലാത്തതുമായ 2 പ്രവാചകന്മാരുടെ പ്രവചന ഭാഗമാണ് ഈ ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും. പക്ഷേ ദാനിയേൽ ബാബിലോണിലെ പ്രവാസിയായി പോയി ബാബിലോണിയ രാജകൊട്ടാരത്തിൽ ഇരുന്ന് എഴുതുമ്പോൾ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി അവിടെ വെച്ച് ലഭിച്ചതാണ് ഈ വെളിപ്പാട് പുസ്തകം. എങ്കിലും ദാനിയേൽ എവിടെ പറഞ്ഞു നിർത്തിയോ അതിന്റെ ശേഷിപ്പാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകവും തമ്മിൽ ഒരു ചങ്ങലയുടെ 2 കണ്ണികയാണ്. പഴയ നിയമത്തിലെ ദൈവപ്രവാചകന്മാരിൽ ദൈവത്തിന് പ്രിയനായ ദാനിയേലും പുതിയ നിയമത്തില് ദൈവത്തിന് പ്രിയ പുരുഷനായ യോഹന്നാനുമാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേല്, പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ 22 അധ്യായങ്ങളും 404 വാക്യങ്ങളും ഈ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലം ക്രൈസ്തവർക്ക് സുപരിചിതമാണ്. കർത്താവായ യേശുവിനെ അനുഗമിച്ച ശിക്ഷഗണത്തില് ഏറ്റവും വയോധ്യനായി മരിച്ചത് യോഹന്നാനാണ്. യേശുവിനെ അനുഗമിക്കും കാലത്ത് താൻ വളരെ ബാല്യമായിരുന്നു. വേദ പണ്ഡിതർ പറയുന്നത് യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശലോമിയുടെ മകനായിരുന്നു ഈ യോഹന്നാൻ എന്ന് വേദപണ്ഡിതരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കർത്താവായ യേശുവിനെ അനുഗമിച്ച ശിക്ഷഗണത്തിൽ ഏറ്റവും വയോധ്യനായി മരിച്ചവൻ. ഈ പുസ്തകം എഴുതപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ സ്വർഗ്യമായ ദർശനം മറ നീക്കി ദൈവം തന്റെ ദൂതനിൽ കൂടെ യോഹന്നാന്റെ പക്കൽ ഏൽപ്പിക്കുമ്പോൾ ശേഷം സ്ത്രീഹന്മാരാരും തന്നെ ജീവിച്ചിരിപ്പില്ല. ഒന്നാമത്തെ രക്തസാക്ഷിയായി സ്തെഫാനോസ് വധിക്കപ്പെട്ടു. തുടർന്ന് സ്ത്രീയന്മാർ അപ്പോസ്തലന്മാർ ഒന്നൊന്നായി മരിച്ചു. AD 68 റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് വിശുദ്ധ പൗലോസ്ലീഹായും മരിച്ചു. അദ്ദേഹത്തിന്റെ മരണവും കഴിഞ്ഞ് ഏറിയ വർഷം കഴിഞ്ഞാണ് ഈ വെളിപ്പാട് പുസ്തകം കിട്ടിയിരിക്കുന്നത്.
ഇതുണ്ടായ പശ്ചാത്തലം ഏതെന്ന് ചോദിച്ചാൽ, റോമിലെ കൈസർമാരിൽ ഏറ്റവും ക്രൂരനായ കൈസറിൽ ഒന്ന് ഡൊമേഷ്യനും മറ്റൊന്ന് നീറോയുമായിരുന്നു. ഡൊമേഷ്യൻ കൈസറുടെ കാലത്ത് യഹൂദനെ പ്രീതിപ്പെടുത്തി അവന്റെ സിംഹാസനം സുരക്ഷിതമാക്കുവാൻ ക്രൈസ്തവർക്കെതിരെ അതിശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അങ്ങനെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ പീഡനങ്ങളുടെ ഫലമായി വയോധ്യനായ യോഹന്നാനും ആ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടു. നന്നേ വയോധ്യനായി, കണ്ണുകൾ കുഴിഞ്ഞ്, തലമുടി നാരുകൾ നരച്ച്, ആകെ കൂനി വളഞ്ഞ്, മറ്റൊരു മനുഷ്യന്റെ സഹായം ആവശ്യമായിരിക്കുന്ന വയോധ്യനായ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഈ ചക്രവർത്തി നാടുകടത്തി. അവിടെ എത്തിയ യോഹന്നാൻ ഒരാഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിങ്കൽ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഏകനായി തടവുകാരോടൊപ്പം താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തന്റെ ആത്മാവിനെ ഉണർത്തി നൽകിയിട്ടുള്ളതാണ് ഈ മനോഹരമായ വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയങ്ങള് നമുക്ക് അതിപ്രധാനപ്പെട്ട 14 വിഷയങ്ങളായി തിരിച്ചു പഠിക്കാം. 14 വിഷയങ്ങളായി തിരിച്ചു പഠിക്കുമ്പോൾ ആ 14 വിഷയത്തിനുള്ളിൽ ഏതാണ്ട് 50 ദർശനങ്ങളുണ്ട്. മറ്റെങ്ങും തന്നെ ഇത്രമാത്രം, അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എങ്ങും തന്നെ ഇങ്ങനെ ഇത്രമാത്രം ദീർഘമായ ദർശനങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാണ്ട് 22 അധ്യായങ്ങളായി തിരിച്ച് 404 വാക്യങ്ങളുള്ള ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മുടെ പഠന സഹായത്തിനായി നമുക്ക് 14 വിഷയങ്ങളായി ചുരുക്കി പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ 14 വിഷയങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 50 ദർശനങ്ങളുണ്ട്. മനോഹരമായ 50 ദർശനങ്ങൾ. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിച്ചു തീർക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതിനാൽ നമുക്ക് ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം ചിന്തിക്കാം. എന്തായിരിക്കും ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന വിഷയം? പ്രാരംഭ ഭാഗത്തേക്ക് വന്നാൽ നമുക്കവിടെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണാം. മരണം വിട്ട് ഉയർത്തുവന്ന മഹിമയുടെ രാജാവായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണാം. രണ്ടാമതായി നാം നോക്കുമ്പോൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏഷ്യൻ മൈനറിലെ പ്രശസ്തമായ 7 സഭകൾക്ക് നൽകുന്ന ദൂതുകളെ കാണാം. അപ്പോസ്തലനായ പൗലോസിന്റെയും ബർന്നവാസിന്റെയും അപ്പല്ലോസിന്റെയും ശേഷം ശിഷ്യന്മാരുടെയും പ്രവർത്തനത്താൽ നേടിയെടുത്ത 7 സഭകൾക്കുള്ള ദൂതുകൾ 2-ാം ഘട്ടത്തിൽ കാണാം. മൂന്നാമതായി നാം നോക്കുമ്പോൾ നിത്യതയുടെ മനോഹരമായ ഒരു ദർശനം കാണാം. 24 മൂപ്പന്മാർ, 4 ജീവികൾ, ദൈവ സിംഹാസനം, അതിന്റെ മുൻപിൽ നിന്ന് ഒഴുകുന്ന നദികൾ, കോടാനുകോടി ദൂതഗണങ്ങൾ, ഇങ്ങനെ മനോഹരമായ ഒരു നിത്യതയുടെ ദർശനം കാണാം. അടുത്തതായി നാം നോക്കുമ്പോൾ മേലാൽ സംഭവിപ്പാനുള്ള പ്രവചനങ്ങളുടെ നിര ആരംഭിക്കുകയാണ്. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ 5-ാമതായി തകർന്ന സാമ്രാജ്യത്തിന്റെ മടങ്ങി വരവിന്റെ ഒരു ദർശനം അവിടെ കാണാം. 6-ാമതായി നാം നോക്കുമ്പോൾ 1,44,000 യഹൂദന്മാരെ തെരഞ്ഞെടുത്ത് മശിഹായുടെ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്നത് കാണാം. വീണ്ടും താഴേക്ക് വരുമ്പോൾ യോഹന്നാൻ ദൈവസഭയുടെ മനോഹരമായൊരു ദർശനം 12-ാം അധ്യായത്തിൽ ദർശിക്കുന്നത് കാണാം. വീണ്ടും താഴേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസമെന്ന് പ്രവാചകന്മാർ വിശേഷിപ്പിച്ച ദൈവക്രോധത്തിന്റെ ദിനങ്ങളെ കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ മർമ്മം മഗിദിയാം ബാബിലോണിനെയും അതിന്റെ ഭീകരമായ തകർച്ചയും നമുക്ക് കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് വൃതസ്ഥരായി ജീവിച്ച 1,44,000 പേർ കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ നിൽക്കുന്നത് കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ സാത്താൻ ബന്ധിതനായി തീരുന്നത് കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ അന്തിമ യുദ്ധത്തെയും യേശുവിന്റെ സാമ്രാജ്യത്തെയും അന്തിമ ന്യായവിധിയെയും അനന്താനിത്യതയെയും കാണാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയാണ് 14 വിഷയമായി 22 അധ്യായത്തെ തിരിച്ചിരിക്കുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവയുടെ ചില ഭാഗങ്ങൾ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഭാഗം നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ, വളരെ ആഴമേറിയ ഈ വിഷയം 1000 വർഷം നമ്മൾ നിന്നങ്ങോട്ട് പ്രസംഗിച്ചാലും ഇതിന്റെ ഒരു അംശം പോലും ആയിത്തീരത്തില്ല. ഞാൻ ഈ വേദപഠനത്തെ കുറിച്ച് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഞാനും അന്നേരമാണ് ശ്രദ്ധ കൊടുത്ത് ഈ കാര്യങ്ങളിൽ തപ്പാൻ പോയത്. ഞാൻ ഇതിന്റെ ആഴമൊക്കെ തേടി പോയിട്ട് എങ്ങും എത്തിത്തീർക്കാനൊക്കാത്ത കാര്യമാണ്. അങ്ങനെ ദീർഘമായി കിടക്കുന്ന പ്രവചനങ്ങളുടെ നിരയാണ് വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തില് 1-ാം അധ്യായം തുടങ്ങി 22 അധ്യായം വരെ പഠിച്ചാൽ ഈ 22 അധ്യായത്തിൽ നമ്മുടെ ക്രിസ്തുവിന്റെ 9 മഹത്വം നമുക്ക് കാണാം. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് അതാണ്. പരിശുദ്ധ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മശിഹ ആരെന്നും അവന്റെ മഹത്വം എന്തെന്നും അവനെ നാം രക്ഷിതാവായി അംഗീകരിച്ചപ്പോൾ സ്വർഗം നമുക്ക് പ്രദാനം ചെയ്ത മഹത്വം എന്തെന്നും ഇന്ന് രാത്രിയിൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ നമ്മുടെ പഠനത്തിന്റെ 3-ാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാം. പ്രാരംഭത്തിൽ നാം ബൈബിളിന്റെ പ്രാധാന്യം ചിന്തിച്ചല്ലോ. അടുത്തതായി ഈ വെളിപ്പാട് പുസ്തകം എഴുതുവാനുണ്ടായ പശ്ചാത്തലവും അതിന്റെ എഴുത്തുകാരനെയും കുറിച്ച് ചിന്തിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് അടുത്തതായി ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുവിനെയാണ്. വെളിപ്പാട് പുസ്തകം 1 തുടങ്ങി 22 വരെയുള്ള അധ്യായം നിങ്ങൾ പഠിച്ചാൽ അതിൽ 9 പ്രാവശ്യം മശിഹായുടെ മഹത്വം പറയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മഹത്വം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വന്തം ജീവനെ നൽകി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരമെടുത്ത് തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി പാപത്തെ ചുമന്നുകൊണ്ട് റോമൻ പടയാളികളുടെ ക്രൂരമർദ്ദനത്തിന് വിധേയപ്പെട്ട് ഒരു ഹീനഭാവിയെ പോലെ ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഭൂമിയിൽ നാം ദരിദ്രരെങ്കിലും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഭാഗ്യവാന്മാരത്രേ. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാം ശക്തിയായി ദൈവവചനം ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ പറയാമെങ്കിൽ പിശാച് കേട്ട് വിറയ്ക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെ കുറിച്ചും അവന്റെ തന്ത്രത്തെക്കുറിച്ചും അവന്റെ പരാജയത്തെക്കുറിച്ചും നിത്യതയിലെ അവന്റെ ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവന് പൊതുവേ ഈ വെളിപ്പാടിനോട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തോടോ പുറപ്പാട് പുസ്തകത്തോടൊന്നും അത്രയും വലിയ ടെൻഷൻ ഇല്ല. സങ്കീർത്തനത്തോട് അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കൂടെ വേണേലും അവൻ സങ്കീർത്തനം വായിക്കാൻ കൂടും. പക്ഷെ വെളിപ്പാട് പുസ്തകവുമായി അവന് വലിയ ബന്ധപ്പെടാൻ ഒക്കുന്നില്ല. കാരണം അവൻ ആരാണെന്നും അവന്റെ പരാജയം എങ്ങനെയാണെന്നും അനന്തനിത്യതയിലെ ന്യായവിധി എങ്ങനെയെന്നും അവന്റെ നിത്യത എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ബൈബിൾ പറയുന്നു, സിംഹാസനത്തില് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടവനായി നിൽക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ല, ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താ വിഷയം മശിഹായുടെ മഹത്വം എന്നുള്ളതാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാനിൽ ലഭിച്ച സ്വർഗീയ ദർശനത്തിൽ ഒരറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടു. ആരാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്? സ്വർഗീയ ദൂതന്മാർ ആർത്തുപാടുന്നു, കുഞ്ഞാടേ നീ യോഗ്യനാണ്, നീ അറുക്കപ്പെടാൻ യോഗ്യനാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടിനോട്
കുഞ്ഞാടോട് സാമ്യപ്പെടുത്തി. ന്യായപ്രമാണത്തിന്റെ ഭാഗം നാം നോക്കിയാൽ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും കുഞ്ഞാട് അറുക്കപ്പെടുവാൻ ദൈവം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഏദൻ പർദീസ വിട്ട് പാപത്തിന് ദാസനായി പാപത്തിന്റെ അനന്തര ഫലമായ നഗ്നതയും ഏറ്റുകൊണ്ട് ഓടി ഒളിക്കുന്ന മനുഷ്യവർഗത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ ദൈവം തമ്പുരാൻ ഒരു മൃഗത്തിന്റെ തോലെടുത്തു. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ മനുഷ്യന് ദൈവം നൽകുന്ന വസ്ത്രങ്ങളുടെ ഒരു നിര നമുക്ക് കാണാം. ഒന്നാമതായി സൃഷ്ടിയുടെ നാളിൽ അവന് കൊടുത്ത വസ്ത്രം തേജസ്സിന്റേതായിരുന്നു. രണ്ടാമതായി ഉദ്ധാരണത്തിന്റെ നാളിൽ അവന് കൊടുത്ത വസ്ത്രം തോലുകൊണ്ടുള്ളതായിരുന്നു. മൂന്നാമതായി മശിഹായുടെ കാൽവറി മരണത്തിൽ അവന് കിട്ടിയ വസ്ത്രം രക്ഷയും നീതിയുമായിരുന്നു. നാലാമത് അവൻ ആനന്ദ നിത്യതയിലെത്തുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ശേഷം അവന് ശുദ്ധവും ശുഭ്രവുമായൊരു വസ്ത്രം ലഭിക്കും. അതൊന്നും നമ്മുടെ ചിന്താഭാഗത്തിൽപ്പെട്ടതല്ല, ഞാനത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആകയാൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ യേശുവിനെ കാണുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ്. മശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ സക്കരിയാവ് എന്നൊരു പുരോഹിതൻ, ഒരു പള്ളിപ്പുരോഹിതന്റെ മകനാണ്. നന്നേ വയോധ്യനായ സക്കരിയാവിനും എലിസബത്തിനും തങ്ങളുടെ വാർദ്ധക്യ കാലത്ത് ഒരു മകൻ ജനിച്ചു. പേര് യോഹന്നാൻ. ബാല്യകാലത്തൊക്കെ അവനോട് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. മുതിർന്നു വന്നു, സക്കരിയാവും മരിച്ചു, അല്ലെങ്കിൽ ആ പള്ളി പുരോഹിതനും മരിച്ചു, തന്റെ ഭാര്യയും മരിച്ചു. യോഹന്നാൻ ലേവ്യ വംശത്തിൽപ്പെട്ടവനാണ്. ക്രമമനുസരിച്ച് പഞ്ഞിനൂലുകൊണ്ടുള്ള അങ്കി ധരിച്ച് അല്ലെങ്കിൽ ആ കുപ്പായമിട്ട് വിശുദ്ധ സ്ഥലത്ത് അവന്റെ അപ്പച്ചനെ പോലെ ശുശ്രൂഷ ചെയ്യേണ്ട ഈ പള്ളിയിലച്ഛന്റെ മകൻ ഒരു ദിവസം ദേശം വിട്ടങ്ങുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാട്ടുകാർ യോഹന്നാന്റെ കാര്യം മറന്നുപോയി. ഏറിയ നാൾ കഴിഞ്ഞ് കൊടുങ്കാറ്റ് വീശി അടിക്കുമ്പോൾ രാജാക്കന്മാരുടെ സിംഹാസനത്തെ വിറപ്പിച്ചുകൊണ്ട് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ, ഏലിയാവിന്റെ അഭിഷേകത്തോടുകൂടെ ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് തോലരയിൽ ചുറ്റി കാട്ടുതേൻ ഭക്ഷണമായി സാംസ്കാരിക ശൂന്യനായ ഒരു മനുഷ്യൻ യെരൂശലേമിന്റെ വീതിയിൽ വന്നു. അവന്റെ ശബ്ദം കേട്ട രാജാക്കന്മാരുടെ സിംഹാസനം ആടി ഉലഞ്ഞു. പൂർവ്വകാലത്തിലെ ഇസ്രായേലിലെ പ്രവാചകന്മാർ ഇസ്രായേലിനെ കർക്കശം ശാസിച്ചതുപോലെ ഈ യോഹന്നാന്റെ ശബ്ദം യെരൂശലേമിന്റെ വീതിയിൽ മുഴങ്ങി. അവൻ ആരായിരുന്നറിയാമോ? വഴിയൊരുക്കാൻ വന്നതാണ്. പുരാതന കാലത്ത് രാജാക്കന്മാർ അപരിചിതമായ പാതയിൽ പോകുമ്പോൾ അവർക്ക് മുന്നോടിയായി വഴിയൊരുക്കാൻ ചിലർ പോകും. അവരുടെ യാത്ര സുരക്ഷിതമാക്കി തീർക്കുവാൻ കുന്നുകളെ നിരപ്പാക്കി, കുഴികളെല്ലാം നികത്തി, ദുർഘടങ്ങളെ നിരപ്പാക്കിക്കൊണ്ട് രാജാവിന്റെ രഥം സുരക്ഷിതമായി പോകുവാൻ മുന്നോടിയായി ഒരു സമൂഹം പട്ടാളക്കാർ പോകും. ഇതുപോലെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ വന്നപ്പോൾ അവന് വഴിയൊരുക്കാൻ യോഹന്നാൻ വന്നു. യോഹന്നാൻ പറയുന്നു, പ്രവാചകനായ യെശയ്യാവിന്റെ ശബ്ദമാണ് ഞാൻ വഴിയൊരുക്കാൻ വന്നു. വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം യഹൂദനായ മശിഹാ കടന്നു പോകുന്ന കണ്ടപ്പോൾ യോഹന്നാൻ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ന്യായപ്രമാണത്തിലെ അന്തിമ പുരോഹിതനായവൻ അവൻ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പോകുന്നു. ആരാണ് യേശു? ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സകല യഹൂദന്റെയും കണ്ണ് മശിഹായുടെ മേൽ തുറിഞ്ഞു നോക്കി. പറയുന്നത് ആരാണ്? പൗരോഹിത്യത്തിന്റെ സന്തതി. ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണോ? യഹൂദയുടെ സന്തതിയെ, യഹൂദ വംശത്തിൽ വന്ന മശിഹായെ. ഇതാ ഈ പൗരോഹിത്യത്തിൽ ജനിച്ച യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവനാണ് ലോകത്തിന്റെ പാപം ചുമന്നഴിക്കുന്ന കുഞ്ഞാട്. ഇവൻ ഊനമില്ലാത്തവനായിരിക്കണം. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ രക്ഷപ്പെട്ട ദിനങ്ങളുടെ ഓർമ്മകൾ ഇസ്രായേലിന് അറിയാം. ഫറവോന്റെ അടുക്കൽ ആഹാരം തേടിയെത്തി. കാലാന്തരത്തിൽ ഫറവോൻ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അനന്തരമായിട്ട് എന്തു സംഭവിച്ചു? ദൈവം അവരുടെ നിലവിളി കേട്ടിട്ട് അവർക്കൊരു പ്രമാണം കൊടുത്തു. ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ എടുക്കണം. അത് ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അതിനെ നിന്റെ വീട്ടിൽ 10-ാം തീയതി നീ എടുക്കണം, 14-ാം തീയതി വരെ കെട്ടണം. 4 ദിവസം അവിടെ കെട്ടിയിരിക്കുകയാണ്. എല്ലാ ഇസ്രായേലിന്റെയും അടിമ വീടിന്റെ വാതിക്കൽ ഒരാട്ടിൻകുട്ടി നിന്ന് കരയുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആട്ടിൻകുട്ടി അതിങ്ങനെ കരയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആട്ടിൻകുട്ടിയും കരയാണ്. എത്ര ദിവസം? 4 ദിവസം. 10-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ 4 ദിവസം ഈ ആട്ടിൻകുട്ടി കരഞ്ഞു. 4-ാം ദിവസം രാത്രിയിൽ ഇത് അറുക്കപ്പെട്ടു. ഇതാണ് മശിഹായ്ക്കും സംഭവിച്ചത്. മനുഷ്യവർഗം പാപം ചെയ്ത് പർദീസ നഷ്ടപ്പെട്ട നാളിൽ
സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സ്വർഗത്തിലൊരു കുഞ്ഞാടിനെ നിയോഗിച്ചു. എന്നാൽ സ്വർഗ ഘടികാരത്തിൽ നിയോഗിതമായപ്പോൾ 4-ാം ദിവസം 4000 വർഷമായി ഭൂമിയിലേക്ക് നമ്മുടെ മശിഹ വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോശ ഒരിക്കൽ പാടിയ യഹോവേ, ഞങ്ങളുടെ 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെ. നമ്മുടെ 1000 വർഷം ദൈവത്തിന് ഒരു ദിവസമാണെങ്കിൽ ഇസ്രായേലിന്റെ 4 ദിവസം എന്നുള്ളത് സ്വർഗത്തിലെ 4000 വർഷമാക്കിയാണ് കൂട്ടിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4000 വർഷം കഴിഞ്ഞപ്പോൾ മശിഹ ലോകത്തിലേക്ക് വന്നു. യേശുവാര് സിംഹാസനത്തിന്റെ നടുവിൽ 24 മൂപ്പന്മാരുടെ മധ്യേ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതായി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ദൈവവചനത്തെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, നമ്മുടെ മശിഹ ആരാണ്? അവൻ പാപത്തെയും അവൻ ശാപത്തെയും അവൻ രോഗത്തെയും ചുമന്നുകൊണ്ട് കാൽവറിയിൽ പരമയാഗമായി. നമ്മുടെ ചർച്ചിന്റെ ഒരു ഭാഗത്ത് അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ നാളെ ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മശിഹ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. എന്തിനു വേണ്ടി? പാപത്തിന് ശാപത്തിന്. മശിഹ അറുക്കപ്പെടുന്നതിന് 500ഓളം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ ദാനിയേൽ പറഞ്ഞു, അഭിഷക്തനായവൻ ഛേദിക്കപ്പെടുന്നു, പക്ഷേ തനിക്ക് വേണ്ടി അല്ലതാനും. മലയാള ബൈബിളിൽ ചില ബൈബിൾ കൊടുത്തിരിക്കുന്നത് അവൻ ആരും ഇല്ലെന്ന് വരും. എന്നാൽ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അവന് വേണ്ടി അല്ലതാനും. നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. സിംഹാസനത്തിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ യോഹന്നാൻ കാണുകയാണ്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായി നാം കാണുന്നത് കുഞ്ഞാട് മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തുവെന്നാണ്. മരിച്ച് അടക്കപ്പെട്ടെന്നല്ല, അവൻ മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ മശിഹായെ കുറിച്ച് പറയുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ. വായിച്ചാട്ടെ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. മരിച്ചവരിൽ ആദ്യജാതനാണ് നമ്മുടെ കർത്താവ്. നാം ആരംഭത്തിൽ വായിച്ചല്ലോ, സിംഹാസനത്തിൽ അറുക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ കണ്ടു. വീണ്ടും യോഹന്നാൻ പറയുകയാണ്, ഇതാ മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തുവന്ന ഒരുവനുണ്ട്. യേശുവിന്റെ മരണം നമുക്ക് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ അവന്റെ മരണമാണ് പ്രിയമുള്ളവരെ നമുക്ക് രക്ഷ കിട്ടിയത്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ അനേകരെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. ശ്രോതാക്കളെ ഓർത്തുകൊള്ളണമേ, നമ്മളാരും യാദൃശ്യമായി കർത്താവിനെ അനുഗമിച്ചതല്ല. പാപത്തിലും ശാപത്തിലും അന്ധകാരത്തിലും പാരമ്പര്യത്തിലും അധാർമികതയിലും കിടന്നപ്പോൾ നിനക്ക് വീണ്ടെടുപ്പ് നൽകിയത് യേശുവിന്റെ പരിശുദ്ധ രക്തമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി. പ്രിയമുള്ളവരെ, അവൻ നമുക്ക് പകരം ഛേദിക്കപ്പെട്ടു. അവന്റെ ഛേദനമാണ് നമ്മുടെ രക്ഷയുടെ രഹസ്യം. നിത്യതയിലെത്തുമ്പോൾ ഒരിക്കൽ D.L. മൂഡിയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, മൂടി, നീ സ്വർഗത്തിൽ ചെന്നാൽ നിനക്ക് എന്തായിരിക്കും അവിടെ നീ ചെയ്യുന്നത്? ആദ്യം നീ എന്ത് ചെയ്യും? സാധുവായ മനുഷ്യൻ, അവനൊരു ചെരുപ്പൂത്തിയായി തെരുവിൽ അലഞ്ഞവനാണ്. യേശുവിനെ കണ്ടെത്തി. അവൻ ആത്മീയത്തിൽ സമ്പന്നനായിരുന്നു. അവൻ അദ്ദേഹം ആ സ്നേഹിതനോട് പറഞ്ഞെന്നറിയാമോ? സ്നേഹിതാ, ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നാലുടനെ ഞാൻ എന്റെ കർത്താവായ യേശുവിന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് റോമൻ പടയാളികൾ അടിച്ചു മുറിവേൽപ്പിച്ച ആ മുറിപ്പാട് ഞാൻ 1000 വർഷം ചുംബിക്കും. അതിനുശേഷം ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താവേ, ഈ മുറിപ്പാടാണ് ദരിദ്രനായ മൂടിയെ സ്വർഗത്തിൽ കൊണ്ടുവന്നത്. ഇന്ന് രാത്രി നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. സിംഹാസനത്തിൽ അറുക്കപ്പെട്ടവനായി നിൽക്കുന്ന കുഞ്ഞാടേ, നിന്റെ രക്തത്താൽ, നിന്റെ കഷ്ടതയാൽ, നിന്റെ വേദനയാൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങി. സാത്താന് നമ്മുടെ മേലൊന്നും അധികാരമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല അറിവുള്ള മനുഷ്യരായിരിക്കണം. പിശാചിടയ്ക്കൊക്കെ നമ്മളെ വരട്ടാറുണ്ട്. സാത്താൻ 5 പൈസയുടെ ബന്ധം നമ്മളോടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു നമ്മെ രക്തം കൊടുത്തു വാങ്ങിയതാണ്, വെള്ളിയും പൊന്നും കൊടുത്തൊന്നും മേടിച്ചതല്ല. നിങ്ങൾ ധൈര്യത്തോടെന്ന് പറയാമോ? പിശാച് ജീവനും കൊണ്ടുപോയി കളയും. യേശു തന്റെ
കാൽവറിയിലെ പരിശുദ്ധ രക്തം കൊണ്ടാണ് വാങ്ങിയത്. ഞാൻ മീറ്റിംഗിന്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി നമ്മുടെ മധ്യ ഒരു ആത്മീയ നദി ഒഴുകും. ഇന്ന് രാത്രി അനേകർക്ക് വിടുതലുണ്ടാകും. കേൾക്കുന്ന ദൈവവചനം നിങ്ങൾ ആത്മാവിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണമേ. കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവന്റെ രക്തത്താൽ ഈ വലിയ രക്ഷയും മഹത്വവും കിട്ടി. അടുത്തതായി ബൈബിൾ പറയുന്നത് അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്. നമ്മുടെ കർത്താവാരാണോ? മരിച്ചവരിൽ ആദ്യജാതൻ. ഭൂലോകത്തിൽ വലിയ പ്രശസ്തന്മാർ വന്നിട്ടുണ്ട്. സൽഗുണം കൊണ്ടും ദുർഗുണം കൊണ്ടും മനുഷ്യ മനസ്സിലെ സ്വാധീനം ചെലുത്തി ചരിത്രത്തിന്റെ നാഴികക്കല്ലായ അനേക മഹാന്മാർ ലോകത്തിലുണ്ട്. എന്നാൽ ഈ മഹാന്മാരെല്ലാം നിയമിക്കപ്പെട്ട കാലത്തിനുള്ളിൽ മരിച്ചു മൺമറഞ്ഞുപോയി. ലോകം വെട്ടിപ്പിടിച്ച പരാക്രമികൾ, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയവർ, നല്ല നല്ല പ്രവർത്തികൾ ചെയ്തവർ, വലിയ വലിയ എഴുത്തുകാർ, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം ഒരു നിയമിത കാലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. എന്നാൽ മരണം വിട്ട് ഉയർത്ത ഒരേ ഒരുവനുള്ളൂ. ലോകത്തിലെ സകല മതങ്ങളും മതഗ്രന്ഥങ്ങളും പഠിച്ചാൽ മരണം വിട്ടു വന്ന ഒരുവനുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു മരിച്ച് അടക്കപ്പെട്ടു. ആ കാര്യോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ട് രക്ഷകന്റെ ശവകുടീരം തേടി പോകുമ്പോൾ അവിടെ ദൂതൻ നിന്ന് ചോദിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവർക്കിടയിൽ അന്വേഷിക്കുന്നുണ്ട്, വന്നു കാണുവീൻ, അവനെ കിടത്തിയ സ്ഥലം കാണുവീൻ. ദൂതൻ പറയുന്നു അവൻ ഉയർത്തെന്ന്. അവനെ അടക്കിയ കല്ലറ പറയുന്നു അവൻ ഉയർത്തെന്ന്. ഉയർത്തുവെന്ന മശിഹ പറയുന്നു, നോക്കുവേൻ, എന്റെ കൈകാല് കാണുന്നില്ലേ, ഞാൻ യേശുവാണ്. ലോകത്തിൽ ഒരേ ഒരുവൻ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ഉയർത്തു വന്ന് തന്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ താൻ അത് ആ സമയത്ത് ചെയ്തത് അവന്റെ കൈകാലുകളിലെ മുറിപ്പാടാണ് കാണിച്ചത്. ഞാൻ വെള്ളത്തിന്റെ മീതെ നടക്കാമെന്നോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാമോ, ഇതൊന്നും അല്ല യേശു പറഞ്ഞത്. നോക്കുവീൻ, എന്റെ കൈകാലുകളിലെ മുറിവ് കാണുന്നില്ലേ, ഞാൻ യേശുവാണ്. മരണം വിട്ട് ഉയർത്തു വന്നവനാണ് അവൻ. മരണം വിട്ട് ഉയർത്തത് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചെന്ന് ചോദിച്ചാൽ ബൈബിൾ 2 കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത് നാം നീതിക്ക് ദാസരായി. 2 വലിയൊരു പ്രത്യാശ നമുക്ക് കിട്ടി. നമ്മുടെ ദേഹം ക്ഷയിച്ച് ദ്രവിച്ച് മരിച്ച് മൺമറഞ്ഞു പോയാലും കാഹളം ധരിക്കുന്ന ആളിൽ യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെട്ട ഒരു ശരീരത്തിന്റെ ഉടമയായി ഞാനും നിങ്ങൾ ഉയർത്തു വരുമെന്ന് ആഴമേറിയ പ്രത്യാശ നൽകിയത് യേശുവിന്റെ ഉയർപ്പിനാലാണ്. അത് വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ നമ്മുടെ മശിഹ മരണം വിട്ട് ഉയർത്ത് മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തു വന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിൽ വരുമ്പോൾ എല്ലാം വിശദമായി നമുക്ക് ചിന്തിച്ചു പോകാൻ സമയം പോരാ. വീണ്ടും തിരുവെഴുത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മശിഹ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ ആരാധിപ്പാൻ യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ മശിഹയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ദൂതന്മാർ ആർത്തുപാടി, നീ ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശുവിനെ ആരാധിക്കുന്നവരെ, നിങ്ങൾ ആരാധിച്ചു വരുന്ന നിങ്ങളുടെ കർത്താവിന്റെ മഹത്വം എത്ര ഉന്നതമാണെന്നറിയാമോ? അവൻ മരണം വിട്ട് ഉയർത്തവനാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ വ്യാകുലപ്പെട്ട മനസ്സിനുടമയായി നിരാശപ്പെട്ട് കിടക്കുന്ന നന്നേ വയോധ്യനായ യോഹന്നാൻ തന്റെ പിൻകാല ഭാഗത്തേക്ക് കടന്നുപോയി. ഗലീല കടൽ തീരത്ത് വെച്ച് യേശുവിനെ കണ്ടതും ഉടനെ തനിക്കുള്ളത് വിട്ട് യേശുവിനെ അനുഗമിച്ചതും യേശു തന്റെ കാൽപാദങ്ങൾ കഴുകിയതും യേശു അപ്പമെടുത്ത് നുറുക്കി കൊടുത്തതും കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തതും മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതും കടലിന്റെ മേൽ നടന്നതും ഒക്കെ യോഹന്നാന്റെ മനസ്സിൽ ഓടിയെത്തി. വയോധ്യനായ യോഹന്നാന്റെ ജീവിതത്തിൽ നിരാശയും ദുഃഖങ്ങളും നേരിട്ടു. പരസഹായമിൽ ആവശ്യമായിരിക്കുന്ന ആ നാളുകളിൽ യോഹന്നാൻ വ്യാകുലപ്പെടുമ്പോൾ കർത്താവ് തന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, യോഹന്നാനേ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ആ വചനമാണ് ഏച്ചു പറയേണ്ടത്. എന്റെ കർത്താവ് എന്റെ രക്ഷയ്ക്കായി മരിച്ചു, എന്റെ കർത്താവ് എന്റെ നീതിക്കായി ഉയർത്തിരിക്കുന്നു. അതേച്ചു പറയുമ്പോൾ സാത്താൻ വിറയ്ക്കും. പ്രിയമുള്ളവരെ, എന്റെ രക്ഷയ്ക്കായി എന്റെ കർത്താവ് കാൽവരിയിൽ മരിച്ചെങ്കിൽ എന്റെ നീതിക്കായി എന്റെ കർത്താവ് മരണം വിട്ടുയർത്തു. അവൻ മരിച്ചവരിൽ ആദ്യജാതൻ
ഉന്നതനായി ഉയർത്തുവന്നു. ലോകത്തിലെ മഹാന്മാരുടെ ശവക്കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, അത് മനുഷ്യവർഗത്തിന് മൗനമായി സാക്ഷി നിൽക്കുമ്പോൾ, ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മരണവാസങ്ങളെ തകർത്ത്, പാതാള ഗോപുരങ്ങളെ തകർത്ത്, സാത്താനെ ചവിട്ടി മെതിപ്പാൻ ശക്തി ആർജിച്ച വെള്ളോടിന് സദൃശ്യമായ കാലുകളോടെ ഉയർത്തുവന്ന ഒരുവനുണ്ടെങ്കിൽ നാം ആരാധിച്ചു വരുന്ന നസ്രേനായ യേശു അത്രേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. നാം ആരാധിച്ചു വരുന്ന ദൈവം അവൻ ഉന്നതനായ ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ബൈബിൾ എഴുതിയിരിക്കുന്നു. ആരാണ് ഈ പറയുന്നത്? മനുഷ്യരല്ല. സ്വർഗത്തിലേക്ക് എത്തുന്ന കർത്താവിനെ കണ്ട് സിംഹാസനം വിട്ടെറിഞ്ഞ മൂപ്പന്മാർ അവന്റെ മുമ്പിൽ ആർത്തുപാടി, നീ ആരാധനയ്ക്ക് യോഗ്യനാണ്. നാം സേവിച്ചു വരുന്ന കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ, മുദ്രകളെ പൊട്ടിപ്പാൻ നീ യോഗ്യൻ. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 5:9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ. യേശുവിനെ കുറിച്ച് പറയുന്നത് മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യൻ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനുഷ്യവർഗത്തിന് കാട്ടിക്കൊടുപ്പാൻ, മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യൻ നമ്മുടെ കർത്താവായ യേശുവാണ്. അവൻ യോഗ്യനാണ്. അവൻ അറുക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അവൻ മരണം വിട്ടുയർത്തു. ജീവനുള്ള പ്രത്യാശയും നീതിയുള്ളൊരു ജീവിതവും തന്നു. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ പാടിയത്, ദൈവമേ ഞാൻ നിനക്ക് എന്തു തരും? വീണ്ടും അവൻ പറയുകയാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് നിന്നെ സ്തുതിക്കും. ആരാണ് ഈ രക്ഷയുടെ പാനപാത്രം? അത് നമ്മുടെ കർത്താവായ യേശുവാണ്. രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ സ്തുതിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ വന്നവരെ, രക്ഷയുടെ പാനപാത്രമായ ക്രിസ്തുവിനെ നമുക്ക് സ്തുതിക്കാം. വീണ്ടും നാം വായിച്ചു കേട്ടല്ലോ, അവൻ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനാണ്. ദൈവ പദ്ധതിയുടെ മുദ്രകളെ പൊട്ടിച്ച് ഭാവി കാര്യങ്ങളെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുപ്പാൻ യോഗ്യനായ ഒരുവനുണ്ട്. ഈ മുദ്രകളുടെ രഹസ്യം ഗ്രഹിപ്പാൻ കഴിയാതെ യോഹന്നാൻ ഇങ്ങനെ കരയുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. മുദ്രകളെ പൊട്ടിപ്പാൻ ആരുമില്ലയോ എന്നൊരു ചോദ്യം ഉണ്ടായപ്പോൾ, അയ്യോ ആരുമില്ലെന്ന് ഗ്രഹിച്ച് യോഹന്നാൻ കരയുന്നു. അപ്പോൾ സ്വർഗത്തിലെ അല്ലെങ്കിൽ 24 മൂപ്പന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ഒരുത്തനുണ്ട്. ആരാണെന്നറിയാമോ? യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായ കർത്താവ്. അവൻ മുദ്രകളെ പൊട്ടിച്ചു. അവൻ മുദ്രകളെ പൊട്ടിച്ച് ആ മനുഷ്യവർഗത്തിന് ഭാവി സംഭവങ്ങളെ കാണിച്ചു കൊടുത്തു. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാത്രിയിൽ അവൻ പൊട്ടിച്ച മുദ്രകളുടെ നിരകളെ നമുക്ക് ചുരുക്കമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യൻ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുവിനെ വെളിപ്പാട് പുസ്തകം ഒരു രാജാവായിട്ടാണ് പറയുന്നത്. മശിഹായുടെ രാജ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് 2 വശമുണ്ട് പ്രിയമുള്ളവരെ. ഒന്ന്, നിത്യതയിൽ മശിഹാ രാജാവാണ്. 2, മശിഹാ തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കും. ഭൂമിയിലെ 7ാമത്തെ സാമ്രാജ്യം അത് മശിഹായുടെ സാമ്രാജ്യമാണ്. എന്നാൽ ഇന്ന് യേശു രാജാവാണ്. 2ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, യേശുവിന്റെ തലമുറയിൽ അല്ലെങ്കിൽ യേശുവിന്റെ വംശത്തിൽ യേശു ജനിക്കുന്നതിന് 28 തലമുറയ്ക്കപ്പുറം ജീവിച്ച ദാവീദ് രാജാവ് ഇങ്ങനെ പാടി, ഞാനൊരു രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. 2ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചാട്ടെ, ഞാൻ എന്റെ രാജാവിനെ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ, വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു കാൽവറിയിൽ മരിക്കുന്നതിന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിന്റെ വീതിയിൽ ജീവിച്ച ഇസ്രായേലിലെ ഭക്തന്മാരും ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനുമായ ദാവീദ് ആത്മാവിൽ പ്രവചിച്ചു പാടി, ഞാൻ എന്റെ രാജാവിന് സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജാവ് യേശു ആരെന്നറിയാമോ? അവൻ നിത്യതയില് സിയോനിലെ രാജാവാണ്. സാത്താൻ ഏറ്റവും അധികം പേടിക്കുന്നത് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴാണ്. ഒരിക്കലൊരു പിശാചി ബാധിതനായ ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എന്തു പറഞ്ഞിട്ടും ആ പിശാച് അനങ്ങത്തില്ല. അവൻ നമ്മൾ പറയുന്നതിന്റെ അപ്പുറത്തെ ദൈവത്തിനെ ഇങ്ങോട്ട് പറയും. എത്ര പറഞ്ഞു നോക്കിയിട്ടും അവൻ കീഴടങ്ങത്തില്ല. എന്നാൽ എന്റെ ആത്മാവ് ഉണർന്നപ്പോൾ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞു, സാത്താനെ മരണം വിട്ട് ഉയർത്തു വന്ന എന്റെ യേശുവിനെ, എന്റെ നീതിയുള്ള പിതാവ് സിയോനിൽ രാജാവാക്കി
ഞാൻ ആ വാക്ക് പറഞ്ഞുടനെ അവൻ വിറച്ച് നിലത്ത് വീണ് ഉരുളുന്ന കണ്ടു. അരുതേ, ഇനി ആ വാക്ക് പറയരുതേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, യേശുവിന്റെ രാജ്യത്വം ഉന്നതമാണ്. ഇന്ന് നമ്മുടെ കർത്താവായ യേശു, അവൻ സിയോനിൽ രാജാവാണ്, മഹിമയുടെ രാജാവാണ്. പിതാവായ ദൈവം അവന് രാജ്യത്വം കൊടുത്തു. യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നാം പഠിച്ചാൽ അതിന് 4 വശങ്ങളായിരുന്നു. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ 3.5 വർഷക്കാലം താൻ ദൈവരാജ്യം പ്രസംഗിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് അന്ധന്റെ കണ്ണുകളെ തുറന്ന് നന്മ ചെയ്തുകൊണ്ടേയിരുന്നു. അത് 3.5 വർഷം തന്റെ ശുശ്രൂഷയുടെ 1-ാം ഘട്ടം. തന്റെ ശുശ്രൂഷയുടെ 2-ാം ഘട്ടം അത് കീഴേ പാതാളത്തിലായിരുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് ആ കള്ളന്മാരിൽ ഒരുവനോട് പറഞ്ഞ് നിമിഷം കഴിയും മുമ്പ് മശിഹ മരിച്ചു. അവന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. എന്തിന്? പൂർവകാല ബദ്ധന്മാരായ പിതാക്കന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ. മശിഹായുടെ ശുശ്രൂഷയുടെ 2-ാം ഘട്ടം പാതാളത്തിലായിരുന്നു. വീണ്ടും മശിഹ മരണം വിട്ട് ഉയർത്തു വന്ന ശേഷം 40 നാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. തന്റെ ശുശ്രൂഷയുടെ 3-ാം ഘട്ടം അപ്പോഴാണ്. പത്രോസിന്റെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്തി തോമാശ്ലീഹായുടെ അവിശ്വാസത്തെ ശാസിച്ചു. താൻ ഉയർത്തെന്ന് ബോധ്യപ്പെടുത്തി 500-ൽ അധികം പേർക്ക് പ്രത്യക്ഷമായി സുവിശേഷത്തിന്റെ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അത് തന്റെ ശുശ്രൂഷയുടെ 3-ാം വശമായിരുന്നു. അതിനുശേഷം ഒലിവമലയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ശിക്ഷകണത്തെ അനുഗ്രഹിച്ച് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് ചെന്ന മശിഹ അവിടെ 2 കാര്യമാണ് ഏറ്റത്. 1, അവൻ സിയോനിൽ രാജാവായി. 2, മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അവൻ പൗരോഹിത്യമേറ്റു. ഇന്നും അവിടെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റ മശിഹ നിത്യതയിൽ തന്റെ ശുശ്രൂഷയുടെ 4-ാം ഘട്ടം തുടരുകയാണ്. അതോടൊപ്പം തന്നെ യേശു സിയോനിൽ രാജാവാണ്. ഇന്ന് രാത്രി കുഞ്ഞാടിനെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, യേശു സിയോനിൽ രാജാവാണ്. ദൈവം എന്റെ രാജാവാണെന്ന് നീ ഏറ്റു പറയാമോ? നീ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന സാത്താന്റെ ശബ്ദം ഈ നിമിഷം നിന്റെ കാതുകളിൽ നിന്ന് നീങ്ങിപ്പോകും. ഭയം നിന്നെ അലട്ടുകയാണോ? നിരാശ നിന്നെ അലട്ടുകയാണോ? സാത്താന്റെ ആയുധം നിന്നെ പിൻഗമിക്കുകയാണോ? നീ നിന്നോട് തന്നെ ചോദിക്കുകയാണോ, അയ്യോ ദൈവമേ, എത്ര നാളായി ഞാൻ നിലവിളിക്കുന്നെന്ന് നീ പറയുകയാണോ? ഇന്ന് രാത്രി ദൈവവചനം നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വാ കൊണ്ട് ഏറ്റു പറയണം, യേശു സിയോനിൽ രാജാവാണോ? ഞാൻ തിരുവെഴുത്ത് വായിച്ചു പഠിച്ചതില് ഞാൻ കണ്ടതിൽ ഏറ്റവും ശക്തിയുള്ള വചനം യേശു സിയോനിൽ രാജാവാണ്. ഇന്ന് രാത്രി നമുക്കതൊന്ന് ഏറ്റു പറയാം. പിശാചിന്റെ കെട്ടുകൾ പൊട്ടിത്തെറിക്കും. പ്രിയമുള്ളവരെ, എന്റെ യേശു അവൻ സിയോനിൽ രാജാവാണ്. ഹല്ലേലൂയ! ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ രക്ഷകനെ സ്തുതിക്കാം. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്. അവൻ ഭൂരാജാക്കന്മാരുടെ അധിപതിയായി നിത്യതയിലെ രാജാവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനും മുദ്രകളെ പൊട്ടിപ്പാൻ പ്രാപ്തനുമാണ്. ആ നിത്യ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിച്ചു പോരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജാവായ ക്രിസ്തു സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ രാജ്യത്വം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ രാജ്യത്വമുണ്ട്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ നമുക്കത് ചിന്തിക്കാം. മറിയത്തോട് ഗബ്രിയേൽ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഇവന് വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇങ്ങനെ 7 കാര്യം പറഞ്ഞിട്ട് അവസാനം ഒരു വാക്യം പറഞ്ഞു, ഇവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ ഇവന് കൊടുക്കും. അത് ഇതുവരെ നിവർത്തിച്ചിട്ടില്ല. ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു രാജാവായിരുന്നിട്ടില്ല. യേശു രാജാവായിരിക്കുന്നത് പിതാവിന്റെ സിംഹാസനത്തിലാണ്. എന്നാൽ ഇനി 1000 ആണ്ട് വാഴുമ്പോൾ യേശു ഭൂമിയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതായിരിക്കും ഭൂമിയിലെ അവസാന വാഴ്ച, അവസാന സാമ്രാജ്യം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാത്രിയിൽ നമുക്കത് ചിന്തിക്കാം. ഇവിടെ പിന്നിൽ കൊടുത്തിരിക്കുന്ന ഈ ചാർട്ട് ലോക വാണിരുന്ന സാമ്രാജ്യ ശക്തികളുടെയും അതിന്റെ പിന്നിൽ അല്ലെങ്കിൽ അതിനായി ഒരുങ്ങി പുറപ്പെട്ട മഹാന്മാരുടെയും ചിത്രങ്ങളാണ്. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ആ ഭാഗം ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ സിയോനിലെ രാജ്യത്വമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ എഴുതിയത്, ഞാൻ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കാം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ഏറ്റു പറയും, സിയോനിൽ നിന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് ബൈബിൾ നിന്നോട് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, നീ
ആരാധിച്ചു വരുന്ന നിന്റെ യേശു അവൻ സിയോനിൽ രാജാവത്രേ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ യേശു സിയോനിൽ രാജാവായി തീർന്നിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചല്ലോ, സിയോനിൽ രാജാവായി തീർന്ന ക്രിസ്തു. ഇനി അടുത്തതായി നാം നോക്കിയാൽ വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ തന്റെ വൃദ്ധന്മാരോടുകൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തില് 22 അധ്യായത്തില് 9 ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ കാണാം. അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആരാധനയ്ക്ക് യോഗ്യനും മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനും മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തവനും മാനവരാശിക്ക് വേണ്ടി അറുക്കപ്പെട്ടവനുമായ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു. പിന്നെ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അടുത്തതായി യേശുവിനെ നാം കാണുന്നത് സിയോൻ മലയിലാണ്. സിയോനിലെ സിംഹാസനത്തിൽ രാജാവായിരുന്ന കർത്താവ് വൃദ്ധന്മാരോടുകൂടെ സിയോനിൽ നിൽക്കുന്നു. 14 അധ്യായത്തിന്റെ പ്രാരംഭ വരികളിൽ നമുക്ക് കാണാം, സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ ഭൂമിയിൽ തന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് തന്നെ അനുഗമിച്ച വിശുദ്ധന്മാർ. അവിടെ ഒരു പ്രധാനപ്പെട്ട സംഖ്യയുണ്ട്. ഞാൻ പറഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് വിശദമായി ചിന്തിച്ചു പോകാൻ ഈ 3 രാത്രി പോരാ. മാത്രമല്ല, ഈ പല വെളിപ്പാട് പുസ്തകത്തിലെ പല വിഷയങ്ങളും തമ്മിൽ കോർത്തിണക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നൊഴിവാക്കി മറ്റൊന്ന് പഠിക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാം വായിച്ചാൽ വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു സമൂഹത്തെ നമുക്ക് കാണാം. ക്രൈസ്തവർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിലെ 2 ഭാഗത്ത് ഇതേ സംഖ്യ വന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തില് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 1,44,000 പേരുണ്ട്. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ സകല ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 1,44,000 പേർ നിൽക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് വേർപെട്ടു വന്ന ക്രിസ്തീയ സമൂഹത്തിന് പോലും ഇവ തമ്മിലുള്ള ആശയക്കുഴപ്പമുണ്ട്. വേദപുസ്തക പണ്ഡിതരിൽ ചിലർ പറയുന്നത് ഇത് രണ്ടും ഒന്നാണ്. എന്തുകൊണ്ട്? ഒരേ സംഖ്യ കൊണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ആ സംഖ്യ കൊണ്ട് ഒന്നായി തീരത്തില്ല. ഇത് രണ്ടും രണ്ടാണ്. വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിൽ വരുമ്പോൾ ഉപദ്രവകാലത്തിന്റെ പ്രാരംഭ സമയത്ത് സ്വർഗത്തിലെ ദൂതനാൽ അയക്കപ്പെട്ടിട്ട് നെറ്റിയിൽ മുദ്രയിട്ട ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ നമുക്ക് കാണാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 ഭാഗമായിട്ട് ബൈബിൾ പറയുന്നു. ഒന്നാമത് മാർക്ക്, രണ്ടാമത് സീൽ, മൂന്നാമത് നെയിം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മാർക്ക് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ്. സീൽ എന്ന് പറഞ്ഞാൽ മുദ്ര എന്നാണ്. നെയിം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട പേരെന്നാണ്. വേദപുസ്തകം പഠിച്ചാൽ ഇവയുടെ തമ്മിലുള്ള വ്യത്യാസം കാണാം. ആദ്യമായി മാർക്ക് ചെയ്തിരിക്കുന്നത് കായീന്റെ നെറ്റിമേലാണ്. അനുജനായ ഹാബേലിനെ കൊന്നൊടുക്കിയ കായീൻ ദൈവത്തിന്റെ ക്രോധത്തിന് വിധേയപ്പെട്ടു. യഹോവയുടെ ക്രോധം കായീന്റെ നേരെ ജ്വലിച്ചു. കായീനെ ദൈവം ആട്ടിക്കളഞ്ഞു. അവൻ ദുഃഖിതനായി യഹോവയുടെ സന്നിധി വിട്ടുപോകുമ്പോൾ അവൻ ദൈവസിംഹാസനത്തെ നോക്കി കരഞ്ഞു, അയ്യോ യഹോവേ, ആരെങ്കിലും എന്നെ കണ്ടാൽ കൊന്നുകളയുമേ എന്നൊന്ന് നിലവിളിച്ചു. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവം തമ്പുരാൻ കൈനീട്ടി നെറ്റിയേലൊന്ന് തൊട്ടു. നെറ്റിയേലൊരു മാർക്ക് വീണു. നെറ്റിയേൽ, കായീന്റെ നെറ്റിയേൽ ഇട്ടത് സീലല്ല, അതൊരു മാർക്കാണ്, ഒരടയാളം. കായീൻ പിന്നെ നോവ് ദേശത്തേക്ക് പോയി. ദൂരത്ത് നിന്ന് പിശാചിനറിയാം ഇവന്റെ സംരക്ഷണം ദൈവമാണെന്ന്. ദൂരത്ത് നിൽക്കുന്ന കാട്ടുമൃഗങ്ങൾക്കറിയാം ഇവന്റെ സംരക്ഷണം ദൈവത്തിൻ്റെതാണെന്ന്. ദൂരത്ത് നിൽക്കുന്ന ആദാമിന്റെ ശേഷിപ്പുള്ള സന്തതിക്കറിയാം കായീന്റെ നെറ്റിമേലെ അടയാളം അത് മാർക്കാണ്. പ്രിയമുള്ളവരെ, എന്താണ് മാർക്ക്? ഇവൻ ശാപയോഗ്യനാണ്, ഇവൻ ഭൂമിയിൽ ഉഴന്നലഞ്ഞു നടക്കും. എന്നാൽ ഒരു കാര്യം സത്യം, ആരെങ്കിലും ഇവനെ തൊട്ടാൽ ഞാൻ അവനോട് 7 ഇരട്ടി പ്രതികാരം ചെയ്യും എന്നുള്ള ദൈവത്തിന്റെ നിയമത്തിന്റെ മാർക്കാണ് കായീന്റെ മേലുള്ളത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മാർക്കല്ല, പകരം സീലാണ്. മുദ്രയിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിലെ 12 ഗോത്രം, അതിലെ ദാൻ ഗോത്രമില്ല. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ നമുക്കത് ചുരുക്കമായി ചിന്തിക്കാം. 12 ഗോത്രത്തിനിടയിൽ ദാൻ ഗോത്രമില്ല. പണ്ടേ ദാൻ വഴിയിൽ ഒരു സർപ്പമായിരുന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. വയസ്സനായ യാക്കോബ് ഈജിപ്തിൽ കടന്ന് മരിക്കുക. ഈ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ കാണാൻ വന്നു. രൂബേൻ മുൻപിലോട്ട് വന്നു. അപ്പൊ രൂബേനെ കണ്ടുടനെ പറഞ്ഞു, മകനെ രൂബേനെ, നീ വലിയവനായിരുന്നു, എന്റെ ആദ്യജാതനാണ്.
വെള്ളം പോലെ തുളുമ്പിയവനെ നീ ശ്രേഷ്ഠനാകത്തില്ല. യഹൂദ അടുക്കലോട്ട് വന്ന് പറഞ്ഞപ്പോൾ, യഹൂദേ, നിന്നിൽ നിന്ന് ഉദയ നക്ഷത്രം വരും. അങ്ങനെ മക്കൾ ഓരോരുത്തർ ഇങ്ങോട്ട് വന്നപ്പോൾ ദാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനിങ്ങോട്ട് വന്നോടനെ പറയാണ്, ദാനെ കണ്ടുടനെ പറഞ്ഞു, നീ വഴിയിൽ ഒരു സർപ്പമാണ്, നീ കുതിരപ്പുറത്ത് വരുന്നവനെ കടിച്ച് കുതികാല് മറിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ദാൻ ഗോത്രം വെളിപ്പാട് പുസ്തകം ഈ 7-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ദാൻ ഗോത്രത്തെ കാണുന്നില്ല. പകരം ജോസഫിന്റെ മക്കളിൽ ഒരുവന്റെ ഗോത്രത്തെയാണ് കൊണ്ട് ചേർത്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരും സീൽ മുദ്രയേറ്റവരും. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മുടെ മശിഹ രാജത്വം പ്രാപിച്ച് വാഴുമ്പോൾ യാക്കോബിനോട് ദൈവം ചെയ്ത നിത്യ നിയമത്തിന്റെ നിവർത്തിക്ക് യേശുവിനോടുകൂടെ വാഴാനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നു, പിന്നെ കുഞ്ഞാട് നിൽക്കുന്നു. അത് നിൽക്കുന്നത് സിയോനിലാണ്. 144,000 പേർ അവനോടുകൂടെ ഉണ്ട്. യോഗ്യത എന്തെന്നറിയാമോ? ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, കുഞ്ഞാടിനെ അനുഗമിച്ചവർ, പാപവും കളങ്കവും ഏൽക്കാത്തവർ. ഇത് കണ്ടിട്ടാണ് 87-ാം സങ്കീർത്തനത്തിലാണോ ഒരു വാക്ക് ഘോരപുത്രന്മാരിങ്ങനെ പാടി, യഹോവേ, നീ യാക്കോബിന്റെ സകല നിവാസത്തെ കാണും, നീ ഇസ്രായേലിന്റെ സിയോന്റെ പടിവാതിലുകളെ സ്നേഹിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി യേശുവിനെ അനുഗമിച്ച് പിതാവിന് തുല്യമായി ജീവിച്ച് പുത്രനെ പോലെ അനുസരിച്ച് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും പോയി കണ്ണുനീർ താഴ്വരയിൽ യാത്ര ചെയ്ത് മേൽക്കുമേൽ ബലപ്പെട്ട് എല്ലാവരും സിയോന് ദൈവനഗരത്തിൽ ചെല്ലുന്ന ഒരു കൂട്ടം വ്രതസ്ഥരുണ്ട്. അവരുടെ മധ്യേ യേശുവിനെ കാണാം. അവൻ വ്രതസ്ഥനായ കുഞ്ഞാടായി നിൽക്കുന്നു. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായി നാം യേശുവിനെ കാണുന്നത് ന്യായാധിപനായിട്ടാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ അന്തിമ വിധിയെ ദർശിച്ച യോഹന്നാൻ പറയുന്നു, ആകാശവും ഭൂമിയും ഓടി മാറി, മരിച്ചവർ ആവാലവൃത്തം ന്യായാസനത്തിന്റെ മുമ്പിൽ വന്നു. ന്യായാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ആരാണ് അത്? നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന നീതിയുടെ ന്യായാധിപതിയാണ്. സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ പിതാവ് നിയമിച്ചതാണ് നമ്മുടെ കർത്താവായ യേശു. യേശു ന്യായാധിപനാണ്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യേശുവിനെ വിളിച്ചിരിക്കുന്നത് യെരൂശലേം നഗരത്തിന്റെ വിളക്കെന്നാണ്. മനോഹരമായ യെരൂശലേം നഗരത്തെ കണ്ടിട്ട് യോഹന്നാൻ പറയുന്നു, അവിടെ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, കുഞ്ഞാട് അതിന്റെ വിളക്കാണെന്ന്. വായിച്ചാട്ട്, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. അടുത്തത്, കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. അതിന്റെ വിളക്ക്. നാം ആരാധിച്ചും സേവിച്ചും വരുന്ന നമ്മുടെ കർത്താവ് ആര് എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെരൂശലേം നഗരത്തിൽ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമില്ല, കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. ഉയർത്തുന്നു വരുന്ന വിശുദ്ധന്മാർ അതിന്റെ വെളിച്ചമാണ്. നാം ആരാധിച്ചു വരുന്ന നമ്മുടെ കർത്താവ് യെരൂശലേം നഗരത്തിന്റെ വിളക്കാണ്. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, മന്ദിരം അതിൽ കണ്ടില്ല, കുഞ്ഞാട് അതിന്റെ മന്ദിരമാണ്. ഞാൻ പറഞ്ഞല്ലോ, 22 അധ്യായങ്ങളിൽ 9 ഭാഗത്ത് നമുക്ക് കർത്താവിനെ കാണാം. അറുക്കപ്പെട്ടവനായി കണ്ട കുഞ്ഞാട് നിത്യതയിലെ കൂടാരമായി കാണുന്നു. 21-ന്റെ 22-ൽ പറയുന്നു, മന്ദിരം അതിൽ ഞാൻ കണ്ടില്ല, കുഞ്ഞാട് അതിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ! ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിച്ച് അവനെ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവനെ നമുക്ക് സ്തുതിക്കാം. വായിച്ചാട്ട വേദഭാഗം. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ ആത്മാവിൽ സ്വാധീനിക്കട്ടെ. ഉയർത്തുവന്ന മശിഹായുടെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
പോകാം, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. കേവലം ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വഴിക്ക് പോയി എന്നുള്ളതല്ല. എല്ലായ്പ്പോഴും ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ ഉണ്ടാകണം. പ്രവാചകനായ യെഹെസ്കേൽ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകന്റെ വാക്കുകെട്ട് ചിതറിക്കിടന്ന അസ്ഥികൾ വന്നു ചേർന്നു. ത്വക്ക് വന്ന് കവറായി, മാംസം വന്ന് പിടിച്ചു, ത്വക്ക് വന്ന് അവരെ പൊതിഞ്ഞു. പക്ഷെ അവർക്ക് ജീവനുണ്ടായില്ല. പ്രവാചകൻ തിരിഞ്ഞു നിന്ന് കാറ്റിനോട് പ്രവചിച്ചു. ഉടനെ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. ഇന്ന് രാത്രി ഒരു ആത്മീയാഭിഷേകം നമ്മുടെ മധ്യം ഉണ്ടാകട്ടെ. ഈ യേശുവിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ ഹൃദയത്തെ ഉണർത്തണം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഉയർത്തുവന്ന മശിഹായുടെ സാന്നിധ്യം ആത്മാവിൽ രുചിച്ചറിയണം. ദയവായി ആരും മൗനമായി ദൈവസന്നിധി ഇരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വേദപഠനത്തിൽ പങ്കെടുത്തു, ദൈവവചനങ്ങളെ കേട്ടു, അതിന്റെ അത്ഭുതങ്ങളെ ഓർത്ത് പോകേണ്ടവരല്ല പ്രിയമുള്ളവരെ. യേശു നമ്മുടെ ജീവിതത്തിൽ വരേണം. ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞു നിങ്ങൾ പോകുന്നെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ രക്ഷയുടെ രാത്രി ആയിരിക്കും. നിങ്ങൾ ആരും യാദൃശ്യമായി ഇവിടെ മീറ്റിങ്ങിന് വന്നവരല്ല പ്രിയമുള്ളവരെ. നീ നിന്റെ വീട് വിട്ടു പോരുന്ന നാളിൽ ആ സമയം തുടങ്ങി സ്വർഗം നിന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. കണ്ണുകളെ അടച്ചാട്ട് ഓരോ ദൈവവചനങ്ങളെയും ഈ രാത്രി നമുക്ക് ഏറ്റുപറയാം. നാം സേവിച്ചു വരുന്ന യേശു ആരാണ്? നാം ആരാധിച്ചു വരുന്ന യേശു ആരാണ്? നമുക്ക് വേണ്ടി ഛേദിക്കപ്പെട്ട യേശു ആരാണ്? അവന്റെ ഉയർപ്പിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ട്, പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരാത്മീയ അഭിഷേകം നമ്മുടെ മധ്യ ഒഴുകട്ടെ. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലിരുന്നിട്ട്, ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നാം നിർജീവരത്രേ, കാറ്റടിക്കുന്നില്ലെങ്കിൽ അവർ നിർജീവന്മാരത്രേ. പ്രവാചക, നീ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞ അതേ ആത്മാവാണ് ഇന്ന് രാത്രി നമ്മളോടും പറയുന്നത്. ഒരു വലിയ ആത്മാവിന്റെ കാറ്റ് നമ്മുടെ മധ്യേ വീശട്ട്, ഒരാത്മീയ നദി നമ്മുടെ മധ്യേ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലരെല്ലാം ഭീരുക്കളായി ഇവിടെ ദൈവസന്നിധി വന്നിരിപ്പുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാതെ വ്യാകുലപ്പെടുന്നവരുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രി ആയിരിക്കും. ഈ രാത്രി നിന്റെ വിടുതലിന്റെ ദിനമായിരിക്കും. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ആരും ദയവായി മൗനമായി ദൈവസന്നിധി ഇരിക്കരുത്. ദയവായി നിങ്ങൾ മൗനമായി ദൈവസന്നിധി ഇരിക്കരുത്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തണം. നമ്മുടെ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ മുതൽ സാത്താൻ ശക്തിയോടെ പോരാടിക്കൊണ്ടിരുന്നു. എങ്കിലും എന്റെ ആത്മാവിനോട് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കത്തില്ല. ഇത് രാത്രി നമുക്ക് ഏറ്റുപറയാം. സാത്താനേ, പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കത്തില്ല. യേശുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരെ, നിന്റെ അതരം തുറന്ന് നിന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഈ രാത്രി നിന്റെ രക്ഷയുടെ രാത്രിയാണ്. ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. അഗ്നി നദി നമ്മുടെ മധ്യേ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. അതെന്തിനു വേണ്ടി ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ, പുകയുന്ന തിരികൾ കത്തിക്കാനാണ്. വർഷങ്ങളായി കെട്ട് പുകഞ്ഞുകൊണ്ടല്ലേ ഈ രാത്രി നീ ദൈവസന്നിധി ഇരിക്കുന്നത്. ഇന്ന് രാത്രി ആളിക്കത്താൻ പോവുകയാണ്. വർഷങ്ങളായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നിന്നോട് യുദ്ധം ചെയ്ത സാത്താന്റെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് അഗ്നി അഭിഷേകത്താൽ അവന്റെ ആയുധത്തെ ദഹിപ്പിക്കുവാൻ അഗ്നി നദി നമ്മുടെ മധ്യേ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഓർത്തുകൊള്ളണമേ, പൗലോസും സീലാസും കാരാഗ്രഹത്തിലായിരുന്നു. അവർ രണ്ടുപേർ പാട്ടുപാടിക്കൊണ്ടിരുന്നു. സഹ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേർ മാത്രമേ പാട്ടുപാടിയുള്ളൂ. പക്ഷെ വിടുതൽ കിട്ടിയത് എല്ലാവർക്കും കൂടാണ്. എല്ലാവർക്കും വിടുതൽ കിട്ടി. രക്ഷിക്കപ്പെട്ടവരെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, നീ നിന്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് നിന്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല, ഈ പട്ടണത്തിന് വിടുതൽ കിട്ടാൻ പോകുകയാണ്. ഈ ദേശത്തിന് വിടുതൽ കിട്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാട്, നീ യോഗ്യനെന്ന് എല്ലാവരും ഏറ്റുപറവീൻ. അറുക്കപ്പെട്ട കുഞ്ഞാട്, നീ യോഗ്യൻ. ഒരുപക്ഷെ നീ വരണ്ടുണങ്ങിയ ഹൃദയത്തിന് ഉടമയായി ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുകയുന്ന തിരി അവൻ കെടുത്തത്തില്ല. ഇന്ന് രാത്രി അവൻ അഗ്നിയായി വന്നിരിക്കുന്നത് ആ പുകയുന്ന തിരി കത്തിക്കാനാണ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ കഴിഞ്ഞകാല പരാജയങ്ങളെ മറന്നു കളവീൻ. യഹോവ സൈന്യത്തിന്റെ അധിപതിയായി
നിന്റെ മുൻപിലുണ്ട്. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ ഒരു യോദ്ധാവാണ്. നീ എഴുന്നേറ്റ് ശക്തിപ്പെടുവീൻ, നീ എഴുന്നേറ്റ് യുദ്ധങ്ങളെ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ദൈവവചനം ഏച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നാട്ട് എന്റെ കർത്താവ് മരിച്ചവരിൽ ആദ്യജാതനാണെന്ന് ഏച്ചു പറയവേ. എന്റെ കർത്താവ് ഭൂരാജാക്കന്മാരുടെ അധിപതിയാണെന്ന് ഏച്ചു പറയവേ. എന്റെ കർത്താവ് അറുക്കപ്പെട്ട കുഞ്ഞാടാണെന്ന് ഏച്ചു പറയവേ. എന്റെ കർത്താവ് അവൻ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനാണെന്ന് ഏച്ചു പറയവേ. അവൻ സിയോനിൽ നിൽക്കുന്ന കുഞ്ഞാടാണെന്ന് ഏച്ചു പറയവേ. നിത്യതയിലെ വിളക്കും നിത്യതയിലെ കൂടാരവുമാണ് എന്റെ യേശു എന്ന് ഏച്ചു പറയവേ. സത്താൻ ലജ്ജിക്കട്ടെ. ഹല്ലേലൂയ.